ഇനി അറാബിഉ മുസമ്മ മസ്ഹിൻ ലിബശറത്തി റസിഹി. മുസമ്മ മസ്ഹിൻ, മസ്ഹ് എന്ന് പറയപ്പെടാവുന്ന ഒന്ന്, മസ്ഹ് എന്ന് പറയപ്പെടുന്ന ഒന്ന് മതി. അതിൻ്റെ മുസമ്മ എന്താ? ഈസാലുൽ ബലലാണല്ലോ, നനവെത്തിക്കാന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെ കൈ വെച്ചാലും മതി, എന്ത് വേണ്ട, അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നനക്കണമെന്നൊന്നുമില്ല. അത് ബിയദിന്ന വൈരിഹ, കൈ കൊണ്ട് തന്നെ വേണമെന്നില്ല, കൈയില്ലാതെ തുണിയൊട്ട് തടയാലും മതി അല്ലേ. അത് കൈയും കാലും കഴിയുമ്പോൾ അങ്ങനെ തന്നെയല്ലേ, കൈ കൊണ്ട് ഉറച്ചോണമെന്നൊന്നുമില്ലല്ലോ, വെറുതെ വെള്ളം വീണാൽ മതി. ഇന്ന് കൈസാല് മുമ്പ് പറഞ്ഞില്ലേ, അതാ ബിയദിൻ വൈരിഹ ലിബശറത്ത് മുസമ്മ മസ്ഹിൻ ലിബശറത്തി റസിഹി. റസിഹി എന്ന് പറഞ്ഞാൽ മുത്തവല്ലി, അവൻ്റെ തല. പിന്നെ വൈൻ കല്ല, അത് എത്ര കലയിലാണെങ്കിലും, ആ മുസമ്മ എത്ര കലയിലാണെങ്കിലും, പിന്നെ ഹത്തൽ ബയാൽ, വൈൻ കല്ല എന്ന് പറഞ്ഞത് അതെ, മുസമ്മൽ മസ്ഹ് എത്ര കലയിലാണെങ്കിലും എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ ലമീർ ബഷറത്തിലേക്ക് ആക്കാം എന്ന് എന്താണ്, വഹുവ അഹ്സനു മഅനൻ. അപ്പോ തദ്കീറാക്കിയത് അത് ജിൽദ് എന്നുള്ള എന്താണ്, ബഷറത്ത് എന്ന് ജിൽദ് എന്നും പറയുമല്ലോ. അപ്പൊ ആ ബഷറത്ത് എത്ര കലയിലാണെങ്കിലും, കല്ലത്ത് എന്ന് അറിയാത്തതിന് ജിൽദ് എന്നുള്ള മാനക്കാണ്. അപ്പൊ അങ്ങനെ ഹത്തൽ ബയാലി, കാരണം ഈ വായത്തുള്ളത് കൊണ്ടായി ഇവൻ കല്ല എന്നുള്ളത് ബഷറത്തിലേക്ക് മടക്കില്ല നല്ലതെന്ന് പറഞ്ഞത്, അങ്ങനെ ഷെർവാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഹത്തൽ ബയാലിൽ മുഹാദി ലി അഇലദ്ദാഇരി ഹൗലൽ ലുദ്നി കമാ ബയ്യൻതഹു ഫീ ശറഹിൽ ഇർഷാദി സഗീർ. ശറഹുൽ ഇർഷാദി സഗീർ എന്ന് പറഞ്ഞ ഫത്തുൽ ജവാദ് അല്ലേ, അപ്പോ അതിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് എന്നാ, എന്ത് ചെവിയുടെ ചുറ്റും ഉള്ള എന്താണ് ദായിർ, ദായിർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന, ചുറ്റി നിൽക്കുന്നതാണ്. അതിൻ്റെ എന്താണ് അയലയോട് മുഹാദിയായ ബയാല്. അപ്പൊ ചെവിയുടെ ചുറ്റും ആ ചുറ്റുവട്ടത്തിന്റെ അയല, അതിൻ്റെ മുകളിനോട് മുഹാദിയായ ചേർന്ന് നിൽക്കുന്ന ആ ബയാല്. ആ ബയാല് ചെവിയുടെ മുകളിലാ ചെവിയുടെ പിന്നിലാ? അത് നിഹായെന്ന് മനസ്സിലാകുന്ന ചെവിയുടെ പിന്നിലുള്ളത് എന്നാ. അപ്പൊ ചെവിയുടെ പിന്നില് മുകൾ ഭാഗത്ത് തടയാലും മതി എന്നർത്ഥം. അങ്ങനെയാണ് ഇപ്പൊ മനസ്സിലായത്. നിഹായല് അൽ ബയാലില്ലദീ വറാ അല്ലുദ്നി എന്ന, വറാ അല്ലുദ്നി അൽ മുഹാദി ലി അഅല എന്താണ് എന്ന് ഇത് കൂട്ടുമ്പോ അങ്ങനല്ലേ വരിക. അപ്പൊ താഴോട്ടായ പറ്റൂല, ആ മോൾ ഭാഗത്താണെങ്കിലും മതിയാവും. പിന്നെ എന്നാലും മുന്നിൽ അത് എന്താണ് അൽ മുഹാദിലി അയല ദായിരി ഹൗലല്ലുദ്നി എന്ന് പറഞ്ഞിടത്ത് വറാ എന്ന് കൂട്ടിയെന്തിനാ? അത് മുൻഭാഗത്തും അതേമാതിരി ബയാലാണല്ലോ, അത് മതിയാവില്ല, അത് മുഖത്തിന്റെ ഭാഗമാണ്, നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ. പിന്നെ അപ്പൊ അതാ മുകളിനോട് മുഹാദിയായത് പിന്നിൽ നിന്ന് എന്നർത്ഥം. ഫി ശറഹിൽ ഇർഷാദി ഹത്ത അൽമിഹി. അപ്പൊ ആ എന്താണ് ബയാലിന്റെ അൽമടക്കം അതും മതിയാവും. ഇതാ ലഹറ, അത് ലാഹിറായാല്, ആ ബയാല് അവിടെ അതിൻ്റെ അടിയിൽ എല്ലാണല്ലോ, ആ എല്ല് ലാഹിറായാൽ ആ എല്ലുമ തടയാലും മതിയാവും എന്നാ പറഞ്ഞു. പിന്നെ എന്നാല് ദൂന ബാത്തിന് മഅ്മൂമത്തിന്റെ ഉള്ളു മതിയാവൂല. മഅ്മൂമത്ത് ആമ്മത്ത് എന്നൊക്കെ പറഞ്ഞ ഈ തലയോട്ടിയിൽ ഏൽക്കുന്ന മുറിവാണ്. അത് 10 ഇനമായി തിരിച്ചിട്ടുണ്ട്. അതായത് തൊലി മാത്രം പോകുന്നത്, അതിൻ്റെ ഉള്ളിൽ എന്താണ്, പിന്നെ ഈ തലയോട്ടിയിലേക്ക് എത്തുന്നത്, എത്താത്ത അതിൻ്റെ മാംസം മാത്രം ലാഹിറാകുന്നത്, പിന്നെ തലയോട്ടി മുറിഞ്ഞുള്ളിൽ പോകുന്നത്, ദിമാഗിലേക്ക് എത്തുന്നത്, അങ്ങനെ എന്താണ് കിതാബുൽ ജിനായത്തിലുണ്ട്. അപ്പൊ ഈ മഅ്മൂമത്ത് എന്ന് പറഞ്ഞാൽ ഈ തലയോട്ടി കാണുന്നത്. അപ്പൊ ഈ തലയോട്ടി ഇങ്ങോട്ട് ലാഹിറായാലും എന്താവൂല, അതിൻ്റെ ഉള്ളിൽ തടയാൻ മതിയാവൂല. കമാ ഖാലഹു ബഅദുഹും വകഅന്നഹു ലഹള. അപ്പൊ എന്താ അത് മതിയാവൂല എന്നും നേരത്തെ പറഞ്ഞ എല്ല് മതിയാവുന്നു, അതിന് ഫർക്ക്. കഅന്നഹു ലഹള, ഈ ബഅദ് നോക്കിയതുപോലെ ഉണ്ട്, ബഅദാണുള്ളത് പറഞ്ഞത്. അന്നൽ അവ്വല യുസമ്മ റഅസൻ, ആദ്യം പറഞ്ഞതിന് റഅസ് എന്ന് പറയും. ഖിലാഫി സാനി, ഈ മുറിവ് പറ്റിയ ഉൾഭാഗത്തിന് തല എന്ന് പറയൂല, തലയുടെ തൊലിയല്ലേ തടയേണ്ട. അപ്പൊ മുറിവ പറ്റിയ ഉൾഭാഗത്തിന് തൊലി എന്ന് പറയൂല, മറ്റേന് തൊലി എന്ന് പറയും. അതാണ് വ്യത്യാസം. അല്ല, മറ്റേന് തല എന്ന് പറയും, തൊലി എന്നല്ല. ഇനി ഔ മുസമ്മ മസ്ഹിൻ ലി ബഅലി ശഅരിൻ ഫി ഹദ്ദിഹി. അപ്പൊ ബശറത്ത് എന്ന് പറഞ്ഞെടുത്ത്
അത് പറഞ്ഞ്. ഇനി തലയിലെ മുടിയായാലോ? അതെ, തലയിലെ മുടിയടയാലും മതി. അതാ മുസമ്മ മഹസിൻ മസഹിൻ ലി ബഅലി ഷാരിൻ, ബഅലു ഷാർ അല്ലെങ്കിൽ ഔ ഷാറത്തിൻ വാഹിദത്തിൻ ലി ബഅലി ഷാറത്തിൻ വാഹിദത്തിൻ. അപ്പൊ ആദ്യം പറഞ്ഞ ഷാർ എന്ന് പറഞ്ഞത് ജമ്മാണല്ലോ, അപ്പൊ 3 വേണം. അത് 3 വേണ്ടാന്ന്, അതാ ഒരു ഷാറത്തായാലും മതി. ഷാറത്ത് എന്ന് പറഞ്ഞാൽ താ കൊണ്ട് മുഫ്രദും ജമ്മാവുന്നേ പെട്ടതാണല്ലോ. ഫി ഹദ്ദിഹി, പക്ഷേ ഈ ഷാർ എന്തായിരിക്കണം? തലയുടെ പരിധിക്കുള്ളിലാകണം. ഐ റസി, അതെങ്ങനെ? ബിഅല്ലാ യഖ്റുജ ബിൽ മദ്യ അൻഹു, അത് നീട്ടിയാൽ തലയുടെ പരിധിയിൽ നിന്ന് പുറത്തു പോകില്ല. എങ്ങോട്ട് നീട്ടിയാലും മിൻ ജിഹത്തി നുസൂലിഹി വസ്തിർസാലിഹി, അത് വളർന്നിളങ്ങുന്ന ഭാഗത്തേക്ക്, അതായത് നുസൂല് ഇറങ്ങുന്ന ഭാഗം എന്ന് പറഞ്ഞല്ലോ. വസ്തിർസാലിഹി, അതിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഭാഗം. ഇസ്തിർസാല് തൂങ്ങിക്കിടക്കുകയാണ്, ഏറ്റവും തഫ്സീറാ. അപ്പോ ഒരാളിന്റെ മുടി നോക്കിയിട്ടല്ല, അതായത് സാധാരണ എന്ത് ചെയ്യും? മുടി പിന്നോട്ട് വാർന്ന് നോക്കുക. അപ്പൊ നാസിയത്തിന്റെ മുടിയൊക്കെ പിന്നോട്ടുണ്ടാകുക അല്ലേ? അപ്പൊ അതിങ്ങനെ പിന്നോട്ട് നീട്ടിയിട്ട് എന്താണ്, ഇങ്ങനെ പിന്നിലൂടെ വന്ന് ആ പെരടിയുടെ അവിടെ പുറത്തേക്ക് എത്തുന്നത്, അങ്ങനെയാണോ കണക്കാക്കുക? അങ്ങനെയല്ല കണക്കാക്കുക. ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ അങ്ങനെയല്ലേ ചെയ്യുക, ബാക്കിലോട്ട് അവരത് ഇങ്ങനെ പിന്നിലോട്ടുണ്ടാവും. അപ്പൊ അത്രയല്ല, അതവിടെ പറയുന്നുണ്ട്. അതായത് ഈ നാസിയത്തിന്റെ മുടിയുടെ നുസൂല് ഇസ്തിർസാല് മുന്നിലോട്ടാണ്, എന്നപോലെ സൈഡിലത് എന്താണ്? സൈഡിലോട്ടാണ്, 2 ഉച്ചിയുടെ വശങ്ങളിലുള്ളത്. ഉച്ചിയുടെ പിന്നിലുള്ളത് അപ്പൊ 4 വശത്തേക്കും ഇങ്ങനെ ആയിട്ട് പരന്നിട്ടാ അങ്ങനെ. അതായത് ആ വാർന്നൊന്നും വെക്കാത്ത സ്വമേധയ എന്താണ് കിടക്കുന്ന, വളരുന്ന, അതായത് പ്രകൃതിപരമായി വളരുന്നൊരു വളർച്ച ഉണ്ടല്ലോ, ആ വളർച്ച. മറ്റേത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നല്ലേ. അപ്പോ പിന്നെ കുറച്ചങ്ങോട്ട് നീട്ടി തടകേണ്ടി വരുന്നത്, കുറച്ചങ്ങോട്ട് മാറ്റിയിട്ടേ അല്പം മാത്രം തടയുകയാണെങ്കിൽ തൊട്ട് മുന്നിലുള്ള നമ്മൾ ഇന്നലെ ബത്തുറസ് പറഞ്ഞില്ലേ, അത് ഈ തടയാൻ മതിയാവില്ല. കാരണം അതിങ്ങോട്ട് മുന്നോട്ട് നീട്ടിയാൽ എന്തായി പോവും? ഹദ്ദുറസിന്റെ പുറത്തായി പോവുമല്ലോ. അതെ. ഇനി ഫൈൻ ഖറജ മിൻഹ, അപ്പൊ ആ ജിഹത്തിലൂടെ ഖാരിജാകുന്നുണ്ട്. വലം യഖ്റുജു മിൻ ഗൈരിഹ, മറ്റൊരു ജിഹത്തിലൂടെ ഖാരിജാകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ മുമ്പോട്ട് നീട്ടുമ്പോൾ ഖാരിജാണ്, സൈഡിലോട്ടോ പിന്നിലോട്ടോ നീട്ടുമ്പോൾ ഖാരിജാകുന്നില്ല ഹദ്ദുറസിനെ തൊട്ട്. എന്നാ മസഹ ഗൈറൽ ഖാരിജി, ഖാരിജാകാത്തതിനെ തടയണം. ഖാരിജാകാത്തതെന്ന് പറഞ്ഞാൽ അതിന്റെ ജിഹത്ത് നുസൂലിലൂടെ ഇസ്തിർസാലിലൂടെ ഏതാണോ ഷാർ ഖാരിജാകാത്ത അതിനെ തന്നെ തടയണം എന്നർത്ഥം. ഇന്നമാ അജ്സ തഖ്സീറുഹു, അപ്പൊ വേറെ ഇഷ്കാല്, പിന്നെ ഹജ്ജിന് തഖ്സീർ ചെയ്യുമ്പോഴേ മുടി വെട്ടുമ്പോ പിന്നെ ഈ ഹദ്ദുറസിലുള്ള വെട്ടണമെന്നില്ലല്ലോ, തൂങ്ങിക്കിടക്കുന്ന പെണ്ണുങ്ങളെ മുടിന്റെ ഏറ്റവും എന്താണ് തൊറഫ് അറ്റത്തുനിന്ന് 3 മുറിച്ചാൽ മതിയല്ലോ, അതാണ് അവർക്ക് അഫ്ലലുന്നോ. അപ്പോ നീട്ടി മുറിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതാ ഇന്നമാ അജ്സ, മതിയായി, തഖ്സീറുഹു, ആ ഷാറിനെ മുറിക്കൽ മതിയായി, ഫിൻ നുസുക്കി, ഹജ്ജിനും ഉംറയ്ക്കൊക്കെ, മുത്തലക്കൻ എന്ന് പറഞ്ഞാല് ഹദ്ദിൽ പെട്ടതായാലും അല്ലെങ്കിലും. ലി അന്നഹു സമ്മ, കാരണം ആ ഷാർ സമ്മ, ആ നുസുക്കിൽ മഖ്സൂദുൻ, അത് മഖ്സൂദുൻ ലി ദാത്തിഹിയാണ്. വഹുന, ഇവിടെ ഒളുവിന്റെ അവിടെ താബിയുൻ ലിൽ ബശറത്തി, ബശറത്തിനോട് താബിയാണ്. അപ്പൊ ബശറത്തിനോട് താബിയായി പരിഗണിച്ചത് കൊണ്ട് വൽ ഖാരിജു ഗൈറു താബിയൻ ലഹാ, ആ ഹദ്ദുറസിനെ തൊട്ട് ഖാരിജായ ഷാർ അത് ബശറത്തിനോട് താബിയല്ല. അപ്പൊ അതുകൊണ്ടാ മതിയാവൂല എന്ന് പറഞ്ഞ്. ഇനി വലവ് അല യദഹുൽ മുബത്തല്ല, ഒരുത്തൻ എന്ത് ചെയ്തു? അവന്റെ നനഞ്ഞ കൈ വെച്ചു, അല ഹിർക്കത്തിൻ അല റസി, തലന്റെ മുകളിൽ ഒരു തുണി കെട്ടിയിട്ടുണ്ട്, തൊപ്പിയിട്ടിട്ടുണ്ട് ഉദാഹരണത്തിന്, അതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു. എന്നിട്ട് വസല ഇലൈഹിൽ ബലലു, അല്ലെങ്കിൽ സ്ത്രീകൾ തട്ടിട്ടുണ്ട്, അതിന്റെ മുകളിൽ ഇങ്ങനെ കൈ നനച്ചു വെച്ചു. അപ്പൊ അതിന്റെ ഉള്ളിലൂടെ എന്ത് ചെയ്ത്? ബലല് എത്തി. വസല ഇലൈഹി എന്ന് പറഞ്ഞാൽ റസിലേക്ക് എത്തിയാൽ ബലലു, പിന്നെ നനവെത്തി. അജ്സ, അത് മതി. പിന്നെ അത് മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാ ഖീല, അല്ല പറഞ്ഞിട്ടുണ്ട് എന്ത്? അൽ മുത്തജിഹു തഫ്സീലുൽ ജുർമൂഖി, ജുർമൂഖിന്റെ തഫ്സീലാണ് ന്യായം എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഖീല എന്ന് പറഞ്ഞതിന്റെ അവസാനമാണ് ഇന്ദഹ എന്ന് പറഞ്ഞത്. അൽ മുത്തജിഹു തഫ്സീലുൽ ജുർമൂഖി. പിന്നെ അപ്പൊ അതിന് മറുപടി പറയുന്നുണ്ട്. വയുറദ്ദു, തഫ്സീലുൽ ജുർമൂഖ് എന്ന് പറഞ്ഞാല്
ജുർമൂക്കില് തഫ്സീൽ എന്ന് പറഞ്ഞാൽ ഈ ജുർമൂക്ക് തടകുമ്പോ അത് മതിയാകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവിടെ ഒരു നിയ്യത്ത് വേണം എന്നുള്ളതാ. അപ്പൊ അതുപോലെ ഇവിടെയും വേണം എന്നാണ്. ഇങ്ങനെ ഈ ഹിർക്കത്തിന്റെ മുകളിൽ തലവെക്കുമ്പോ നനഞ്ഞ വെള്ളം വെച്ചിട്ട് എത്തിയാല് ആ നിയ്യത്തിനെ ദാക്കിറായിരിക്കണം, ഇല്ലെങ്കിൽ ശരിയാവൂല എന്നുള്ളതാണ്. അങ്ങനെ ജുർമൂക്ക് തടകുന്നിടത്ത് പറയുന്നുണ്ട്, ആ തഫ്സീലുണ്ട്. അതിന് യുറദ്ദു ആ എന്താണ് ഖീല തള്ളപ്പെട്ടു ബിമാ മറ മുമ്പ് പറഞ്ഞു ഒന്നുകൊണ്ട് എന്താ അന്നഹു ഹൈസു ഹസലൽ ഗസ്ലു ഗസ്ല് ഹാസിലാകുന്നിടത്ത് ബി ഫിഅലിഹി അവന്റെ ഫിഅല് കൊണ്ട് ഹാസിലാകുമ്പോ ബഅദൻ നിയ്യത്തി നിയ്യത്തിന്റെ ശേഷം ലം യുഷ്തറത്ത് തദക്കുറുഹ ആ നിയ്യത്ത് ഓർക്കൽ ഷർത്തില്ല. ഇന്ദഹു എപ്പോ ആ ഗസ്ലിന്റെ സമയത്ത് ഓർക്കൽ നിർബന്ധമില്ല. വൽ മസ്ഹു മിസ്ലുഹു മസ്ഹു അതുപോലെ തന്നെയാണ്. അപ്പോ ഇവന്റെ ഫീല് കൊണ്ടല്ലേ സംഭവിക്കുന്നത്, ഇവന്റെ കൈയല്ലേ വെച്ചത്, അപ്പൊ ഇവന്റെ ഫീല് കൊണ്ടാണ്, അതുകൊണ്ട് വേണ്ട. അപ്പൊ ജുർമൂക്കുമായിട്ടുള്ള ഫർക്കോ ജുർമൂക്കിന്റെ അവിടെ വേണമെന്നല്ലേ. യുഫറഖു ബൈനഹു ബൈനൽ ജുർമൂഖി ബി അന്ന സമ്മ സാരിഫൻ അവിടെ ഒരു സാരിഫ് ഉണ്ട്, അതുകൊണ്ടാണ് എന്ത് വേണ്ടി വന്നത്, ആ നിയ്യത്ത് വേണ്ടി വന്നത്. ഇവിടെ ആണെങ്കിൽ ആ സാരിഫില്ല, അപ്പൊ അതുകൊണ്ട് ഇവിടെ നിയ്യത്ത് വേണ്ട. എന്താ സാരിഫ്? വഹുവ മുമാസലത്തു ഗൈരിൽ മംസൂഹി അലൈഹി ലഹു മംസൂഹൻ അലൈഹി എന്ന് പറഞ്ഞാൽ അല്ലദീ മുസിഹ അലൈഹി എന്നല്ലേ. ആ ജുർമൂക്കിൽ നിന്ന് എന്താണ് ഏതൊന്നിനെയാണോ തടകിയത്, ആ തടകിയത് അല്ലാത്തത് എന്താണ് മുമാസിലാണ് ലഹു, ആ തടകിയതിനോട് മുമാസിലാണ്. മംസൂഹൻ അലൈഹിയോട് ഗൈറുൽ മംസൂഹി അലൈഹി മുമാസിലാണ്. അപ്പൊ എന്ത് ചെയ്യേണ്ടി വന്നു? പിന്നെ നിയ്യത്ത് ഓർമ്മ ഉണ്ടാകേണ്ടി വന്നു. ഫഹത്തുജ ലി ഖസ്ദിൻ മുമയ്യിസിൻ അപ്പം എന്ത് വന്നു? അതാവശ്യമായി, ആ ജുർമൂക്ക് ആവശ്യമായി. ലി ഖസ്ദിൻ മുമയ്യിസിൻ മുമയ്യിസായ ഖസ്ദിന് ആവശ്യമായി വന്നു. അതായത് മംസൂഹിനെയും ഗൈറു മംസൂഹിനെയും വേർതിരിക്കുന്ന നിയ്യത്ത് ആവശ്യമായി വന്നു. വലാ കദാലിക ഹുന ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അങ്ങനെ മംസൂഹും എന്ന പോലെ ഗൈറു മംസൂഹുമായിട്ട് വ്യത്യാസമില്ല. വഹുന പിന്നെ ഇവിടെ വ്യത്യാസമില്ല എന്ന് പറഞ്ഞതേ ഇവിടെ മുസമ്മൽ ബാഇല് ഇത് മതിയല്ലോ, അതുകൊണ്ടാ മുസമ്മ മുസമ്മ മസഹ് മതിയല്ലോ ഇവിടെ. അപ്പൊ ഇവിടെ എന്താണ് മംസൂഹ് ഗൈറു മംസൂഹും വ്യത്യാസമില്ല, അവിടെ മംസൂഹ് ഗൈറു മംസൂഹും വ്യത്യാസമുണ്ട് എന്നാ പറഞ്ഞത്. പിന്നെ പക്ഷെ ആ പറഞ്ഞത് എന്താണ് ഇബ്നു ഖാസിം പറയുന്നുണ്ട് ഇവിടെ ഉണ്ടല്ലോ. കാരണം എന്താ തലയിൽ നിന്ന് തടകപ്പെടുന്ന ഒന്ന് ആ മംസൂഹുൻ അലൈഹി പിന്നെ ലൈസ മിനർ റേസി അത് റേസിൽപ്പെട്ടതല്ലല്ലോ എന്നൊരു എന്ത്, അതായത് ഇപ്പൊ ഇവിടെ മംസൂഹുൻ അലൈഹി എന്ന് പറഞ്ഞത് എന്താണ് ആ ഹിർക്കത്തല്ലേ, ആ ഹിർക്കത്തിന്റെ മുകളിൽ ആണല്ലോ വെച്ചത്. അപ്പൊ അത് ഒരു സാരിഫായിട്ട് മതിയല്ലോ എന്ന് പറയുന്നുണ്ട്. അതിനു മുമ്പ് ബസരിയും പറയുന്നുണ്ട് ജുർമൂക്കിനോടുള്ള ഖിയാസാണ് ലാഹിർ വാലിഹ് എന്നും പറയുന്നുണ്ട്. അപ്പൊ അത് മംസൂഹുൻ അലൈഹി ലഹു അതും ഇതുമായിട്ട് മുഷാബിഹായതുകൊണ്ട് അവിടെ എന്ത് ചെയ്യേണ്ടി വന്നു? അതായത് ജുർമൂക്ക് തന്നെയാണല്ലോ തടകുന്നത്, അതിൻ്റെ ഉള്ളിലുള്ള വേറൊന്നല്ലല്ലോ തടകുന്നത്. ജുർമൂക്ക് തന്നെ തടകുന്നത്. ഇവിടെ എന്താണ് തലയില് എന്താണ് അങ്ങനെ രണ്ടാക്കി വേർതിരിക്കാനില്ല. കാരണം തലയിൽ മുസമ്മൽ മസഹ് എന്ന് പറഞ്ഞ് സംഭവിച്ചല്ലോ, വെള്ളം ഉള്ളിലേക്ക് എത്തിയപ്പോ. മസഹ് എന്ന് പറഞ്ഞാല് ആ ബലലെത്തുക എന്നുള്ളതല്ലേ ഉള്ളൂ, അപ്പൊ എത്തിയല്ലോ എന്നുള്ളതായിരിക്കും. പിന്നെ വദാലിക്കലിൽ ആയത്തി മാഫിയലി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ ജുർമൂക്ക് പോലെ ഹിർക്കത്തിനെ പരിഗണിക്കാനേ, ഹിർക്കത്തല്ലല്ലോ തടയുന്നത്, മറ്റൊടുത്ത് ജുർമൂക്കല്ലേ തടയുന്നത്. ഇനി ആ മുസമ്മ മസഹ് മതി എന്നുള്ളതിന് ലില്ല ആയത്തി ദാലിക്കാമത്തിൽ പറഞ്ഞ മുസമ്മ മസഹ് ഫർള് എന്നുള്ളതിന് തെളിവ് പറയാം. ലില്ല ആയത്തി മാ ഫീലി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫീല് തെളിവാകലെപ്പോഴാ? അപ്പൊ ഫീല് തെളിവാകണമെങ്കിൽ ഇസ്തിംറാർ വേണം. ആ ഇസ്തിംറാർ ആ മുവാലബത്ത് എന്താണ് സുന്നത്തായ തരീഖിലല്ല എന്നുള്ള ആണ് എന്നുള്ളതിന് എന്താണ് തെളിവില്ലാതിരിക്കുകയും വേണം. അപ്പോഴാ ഉജൂബിന്റെ മേൽ ഹംല് ചെയ്യാം. പിന്നെ മുവാലബത്ത് സുന്നത്ത് തരീഖിലായിരുന്നു എന്നുള്ള അതിന് തെളിവില്ലായിരിക്കണം. അപ്പൊ അതാണ് മാഫിലിഹി എന്ന് പറഞ്ഞത്. ഫഇന്നഹു ഇഖ്തസറ അലാ മസഹിൻ നാസിയത്തി
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, ആ നാസിയത്തിന്റെ മേൽ മതിയാക്കി. അപ്പൊ ആ ഫെയിലോടുകൂടെ ആയത്ത് എന്ന് പറയാൻ കാരണം എന്താണ്, വംസഹൂബി റൂസിക്കും എന്നല്ലേ ഉള്ളത്, അവിടെ ബയലിൽ നിന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ എന്ത് മനസ്സിലായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബയലേ തടകിയിട്ടുള്ളൂ നാസിയത്തിന്റെ മേലെ. നാസിയത്ത് എന്ന് പറഞ്ഞാല് അത് ബയലല്ലേ, അപ്പൊ ബയലിന്റെ മേലെ ഹംലി ചെയ്തു എന്നർത്ഥം. പിന്നെ അവിടെ മുഫസ്സിരീങ്ങൾക്ക് അവിടെ ബായിന്റെ, അത് വേറെ ഫിഖിന്റെ കിതാബിലൊക്കെ ഉണ്ട്, ബായിന്റെ ഒരു ചർച്ചയൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ ആ ബയലീയത്തിന്റെ മേലെ അറിയിക്കുന്ന, ഇവിടെ മഅഫീലിഹി എന്നാ പറഞ്ഞേ. ഫഇന്നഹു ഇഖ്തസറ അലാ മസഇൻ നാസിയത്ത്. അപ്പൊ തല മുഴുവൻ തടകണമെന്നുണ്ടെങ്കിൽ ഇത് മതിയാവൂലല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഫീൽ കൊണ്ട് അത് കിട്ടിയെന്നാ. അപ്പൊ മഅഫീലിഹി എന്ന് പറഞ്ഞാൽ ആയത്തിന്റെ ബയാനായിട്ട് അവിടെ കൂട്ടിയത്. ആ മഅഫീലിഹി എന്നുള്ള ഫീല് ആയത്തിന്റെ മുറാദിന്റെ ബയാനായിട്ടാണ് കൂട്ടിയത്. പിന്നെ വഹിയ മാബൈനൻ നസായത്തൈനി, ഈ നാസിയത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് നസായത്തിന്റെ ഇടയിലുള്ള ഭാഗം. നസായത്ത് മുമ്പ് പറഞ്ഞല്ലോ. പിന്നെ ആ രണ്ട് ബയാലാനി മുക്തനിഫാനി എന്ന് പറഞ്ഞേ, വഹുവ ദൂനർ റുബഴി, അത് തലയുടെ മൊത്തം നോക്കുമ്പോ 1/4 കുറവാണ്. 1/4 കുറവ് എന്ന് മാത്രമല്ല, ബൽ ദൂന നിസ്ഫിഹി, ആ റുബഴിന്റെ പകുതിയേക്കാളും കുറവാണ്. നിസ്ഫിഹിന്റെ തമീർ റുബഴിലേക്കാ, തലയിലേക്കല്ല. അപ്പോ ആ റുബഴിന്റെ പകുതി എത്ര ഉണ്ടാകുക, 4ന്റെ പകുതി, 4/1 പകുതി 8/1. അപ്പൊ 8/1 കുറവാണ്. അപ്പൊ എന്താണ് അത് പറഞ്ഞത് എന്ന് പറഞ്ഞത്, ഖദ്റുൻ നാസിയത്ത് തടകിയിട്ടുണ്ട്. അപ്പൊ റുബുഅ് നിർബന്ധമാണ്, അത് റുബുഅ് റേസാണ്. അപ്പൊ റുബുഅ് റേസ് തടകണം എന്ന് മറ്റു ചില അയിമത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന് റദ്ദായിട്ടും കൂടി അത് പറഞ്ഞ്. ഇനി വലൈസൽ ഉദ്നാനി മിൻഹു, തലയിൽ ആ ചെവി എന്ന് പറഞ്ഞത് 2 ചെവി തലയിൽപ്പെട്ടതല്ല. അതിനാ അതും വേറെ റദ്ദ. അതായത് വേറെ ചില അയിമത്ത് പറഞ്ഞിട്ടുണ്ട് എന്ത്, ആ ചെവി 2ഉം തലയിൽപ്പെട്ടതാണ്. അപ്പൊ എന്താക്കണോ, തല തടകുമ്പോൾ ചെവി അടക്കം തടകണം. അങ്ങനെ ഒരൊറ്റ തടകല്, അത്രേ ഉള്ളൂ. വേറെ ചിലർ പറഞ്ഞിട്ടുണ്ട് ചെവിയുടെ മുൻഭാഗം മുഖത്തിൽപ്പെട്ടതുമാണ്, പിൻഭാഗം തലയിൽപ്പെട്ടതാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതിന് റദ്ദ. വലൈസൽ ഉദ്നാനി മിൻഹു വ ഖബറു അല്ലുദ്നാനി മിനർ റഅസി ലഈഫുൻ. അങ്ങനെ ഹദീസാണ് അവർ തെളിവാക്കിയത്, അത് ലഈഫു എന്ന് പറഞ്ഞു. ഇന്നമാ വജബ തഅമീമുൽ വജ്ഹി ബിത്തയമ്മും. അപ്പോ മുഖം തടകുമ്പോ തയമ്മത്തില് മുഖം ഫുള്ള് തടകണമല്ലോ അല്ലേ, അവിടെ ഇതേമാതിരി തന്നെയല്ലേ പറഞ്ഞേ, തയമ്മമു സഈദൻ തയ്യിബൻ വംസഹു ബിവുജൂഹിക്കും. അപ്പൊ ഇവിടെ വംസഹു റൂസിക്കും എന്ന് പറഞ്ഞ പോലെ അതേ തർക്കീബ് തന്നെയല്ലേ അവിടെയുള്ളത്. അപ്പോ എന്താണ്, അവിടെ ഫുള്ള് കഴുകണമെന്നും ഇവിടെ എന്താണ് തടകണമെന്നും ഇവിടെ കുറച്ച് തടയാൻ മതിയെന്നും. അതിൽ അന്നഹു ബദലുൻ, അത് മുഖം കഴുകുന്നതിന്റെ പകരല്ലേ മുഖം തടകല്. അപ്പൊ മുഖം ഫുള്ള് തടകണം, അപ്പൊ ബദലും ഫുള്ള് തടകണം. മുഖം ഫുള്ള് കഴുകേണ്ടത് കൊണ്ട് അതിന്റെ ബദലായ തടകല് ഫുള്ള്. ഫൗത്തിയ ഹുക്കുമ മുബദലിഹി. അപ്പൊ ഈ പിന്നെ വജിഹിന്റെ മസഹ എന്നർത്ഥം. ആ മസഹുൽ വജിഹിന് നൽകപ്പെട്ടു ഹുക്കുമ മുബദലിഹി, അതിന്റെ മുബദലിന്റെ ഹുക്കും, അതായത് ഖുസ്ലിന്റെ ഹുക്കും എന്നർത്ഥം. അങ്ങനെ അമ്മായതാ. വലായരിദു മസഹുൽ ഖുഫി. എന്നാൽ ഈ മസഹുൽ ഖുഫ് വാരിദാവൂല, അത് ഇത്രാലായി വരൂല. കാരണം എന്താ, ലിജവാസി മേൽ ഖുദ്റത്തി അലൽ അസ്ലി, അത് അസിലിന്റെ മേൽ ഖുദ്റത്തുള്ളതോടുകൂടെ, അതായത് കഴുകൽ സാധ്യമാകുന്നതോടുകൂടെ തന്നെ എന്താണ് ജായിസായതാണല്ലോ മസഹുൽ ഖുഫ്. അപ്പൊ അവിടെ എന്താ എന്ത് ഫുള്ളില്ലാത്തത് എന്ന്. അപ്പൊ ഈ വലായരുത് മസഹുൽ ഖുഫി എന്ന് പറഞ്ഞതേ ഈ തയമ്മത്തിലെ തയമീമിന് മറുപടി പറഞ്ഞപ്പോ, എന്നാൽ പിന്നെ അതേമാതിരി തന്നെ ഹുഫ തടകുമ്പോ ഫുള്ള് തടകണം എന്ന് വരണ്ടേ. കാരണം ഹുഫ തടകൽ എന്തിനു പകരാ, കാല് കഴിയുന്നതിന് പകരല്ലേ. അപ്പൊ പകരത്തിന് ഹുക്കും കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇത് ഇത്രാലായി വരൂലേ. അപ്പൊ വലായരുതു എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ ലി അന്നഹു ബദലുൻ ഫൗത്തിയ ഹുക്കുമ മുദലിഹി എന്ന് പറഞ്ഞ ആ ഇല്ലത്തിന്റെ മേൽ വാരിദ ഇത്രാലാവൂലെന്നാ. അല്ലാതെ എന്തല്ല തല ബയല് തടയാ മതിയാകും എന്നതിന് ഇത്രാലാവൂലെന്നല്ല. കാരണം എന്താ, അത് കുതിരത്തോടുകൂടെ ജായിസായതാണ് അലൽ അസിലി, അസിലിന്റെ മേല്. ഇവിടെ തയമ്മത്തിന്റെ അവിടെ അസിലിന് കുതിരത്തില്ലാത്തപ്പോഴേ പറ്റുള്ളൂ. അങ്ങനെ അതാ ഫലം തതഹഖഖ ഫീഹിൽ ബദലിയത്തു. അപ്പോ അസില് ഉള്ളതോടുകൂടെ ആകുമ്പോ അവിടെ ബദലിയത്ത് തഹഖുഖായില്ല. വല്ലസഹു ജവാസു ഖസ്ലിഹി. എന്നാൽ ഇത് കഴിയാലും മതിയാവും. സഹ എന്താണ്, ജവാസു ഖസ്ലിഹി, ഇത് തലേ ആ തല കഴിയാലും മതിയാവും. ജവാസ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ, അതാ ബിലാ കറാഹത്തിൻ, കറാഹത്തില്ല, മുബാഹാണ്. പക്ഷെ ജവാസ് എന്ന് അർത്ഥം പറയുമ്പോൾ അതിന്റെ എതിരാണ് എന്ത്, അഫ്ളല് എന്ന് വരും. അങ്ങനെയുണ്ട്. ഹാവിയില് ഷറഹുൽ ഹാവിയിൽ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഷെർവാനി പറയുന്നത് അശഅറ തഅബീറുഹു ബിൽ ജവാസി അന്നൽ മസഹ അഫ്ളലു. കണ്ടോ,
മസഹാണ് അഫ്ളല്. പിന്നെ എന്നതോടുകൂടെ തന്നെ ഗസ്ല് കറാഹത്തില്ല, മുബാഹാണ് എന്ന്. അപ്പൊ ഖിലാഫുൽ അഫ്ളലാവും. ലിഅന്നഹു മുഹസ്സിലുൻ ലി മഖ്സൂദിൽ മസഹി. കാരണം എന്താ, മസഹിന്റെ മഖ്സൂദ് ഹാസിലാക്കുന്നുണ്ട്. എന്താണത്? മഖ്സൂദ് മിൻ ഉസൂലിൽ ബലലി ലിർറസി. കണ്ടോ, അതാണ് എന്റെ മഖ്സൂദ്, നനവെത്തുക എന്നുള്ള തലയിലേക്ക്. അത് പുറമെ സിയാദത്തിന്, അതിനേക്കാൾ സിയാദത്തിനെയും ഹാസിലാക്കുന്നുണ്ട്. മുഹസ്സിലുൻ ലി മഖ്സൂദിൽ മസഹി വ സിയാദത്തിൻ. മുഹസ്സിലുൻ ലി സിയാദത്തിൻ അർത്ഥം ബലലെത്തുക എന്നുള്ള, ബദലെത്തുന്നതിന് പുറമെ എന്താണ്, വെള്ളം ഒലിക്കുന്നുണ്ട്, അതാ സിയാദത്ത്. വഹാദ മുറാദുമൻ അമ്മറ ബി അന്നഹു മസ്ഹുൻ വ സിയാദത്തുൻ. ആ ഗസ്ല് എന്ന് പറഞ്ഞത് മസ്ഹുൻ വ സിയാദത്തുൻ എന്ന് പറഞ്ഞവരുടെ ഉദ്ദേശത. അതായത് അത് ആ മസ്ഹ് എന്ന് പറഞ്ഞതിന്റെ മഖ്സൂദ് ഹാസിലാക്കി അതിന് പുറമേയും ഉണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ഗസ്ല് എന്ന് പറഞ്ഞാൽ തടകുക, തടകിയതിന് ശേഷം പിന്നെ കുറച്ചുകൂടി വർദ്ധിപ്പിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. ആ ഇബാറത്തിട്ടൊരു ഉദ്ദേശം അത് ഇമാം മാലിയെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് ആശയക്കാർ പറയുന്നത്. ഫലായുഖാലു അൽ മസ്ഹു ലിദ്ദുൽ ഗസ്ലി. അപ്പോ വേറെ ഇഷ്കാല് പറയാൻ പറ്റൂല. മസ്ഹ് എന്ന് പറഞ്ഞാൽ ഗസ്ലിന്റെ എതിരല്ലേ. മസ്ഹ് ഗസ്ല് എന്ന് പറഞ്ഞാൽ മുഖാബലത്ത് പറയുന്നല്ലേ. അപ്പൊ കൈഫ യുഹസ്സിലുഹു മഅ സിയാദത്തിൻ. അപ്പൊ ഗസ്ല് എങ്ങനെയാണ് അതിന്റെ ലിദ്ദായ മസ്ഹിനെ ഹാസിലാക്കുക സിയാദത്തോടുകൂടെ എന്ന് പറയൂല. കാരണം എന്താ, മസ്ഹ് എന്നതിന്റെ മഖ്സൂദ് ഉസൂലുൽ ബലലാണ്. അതെത്തും കഴുകുമ്പോ അതിന് പുറമെ വെള്ളം ഒലിക്കലുണ്ട് എന്നാ. അതാണ് പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ മഖ്സൂദുൻ മസ്ഹിനെ ഹാസിലാക്കും എന്ന് കൈഫ യുഹസ്സിലുഹു. ആ മസ്ഹിനെ ഹാസിലാക്കുക എന്നല്ല, മസ്ഹിന്റെ മഖ്സൂദിനെ ഹാസിലാക്കുന്നത്. അപ്പൊ ഇത് എഴുത്തറാളാവില്ല. ഇനി തംബീഹുൻ, 2 തംബീഹും കൂടി ഉണ്ട്. അല്ലലു ഹുന അദ്മ കറാഹത്തിൽ ഗുസ്ലി ബി അന്നഹുൽ അസ്ലു. ഇവിടെ എന്താണ്, അല്ലസഹു ജവാസു ഗുസ്ലിഹി എന്ന്, അല്ല ഗസ്ലിഹി എന്ന് പറഞ്ഞിട്ട് ബിലാ കറാഹത്തിൽ എന്ന് പറഞ്ഞല്ലോ. ആ കറാഹത്തില്ല എന്നുള്ളതിന് തെളിവെന്താ പറഞ്ഞത്? അല്ലലു ഹുന അദ്മ കറാഹത്തിൽ ഗസ്ലി ബി അന്നഹുൽ അസ്ലു. അത് അസ്ലാണെന്ന് പറഞ്ഞു, കറാഹത്തില്ല എന്നുള്ളതിന് തെളിവ്. വഫറഖു ബൈന വുജൂബി തഅമീമി ഫിൽ മസ്ഹി ഫി തയമ്മുമി. തയമ്മത്തില് മസ്ഹ് ആമാക്കണം എന്നത് വാജിബാണെന്നുള്ളതിന് അവർ ഫർഖ് പറഞ്ഞു. ലാഹുന, ഇവിടെ എന്താണ്, തഅമീമുൽ മസ്ഹ് വാജിബുല്ല തല തടകുമ്പോ. അപ്പൊ അതിന്റെ ഇടയിലുള്ള ഫർഖ് പറഞ്ഞപ്പോ ബി അന്നഹു സമ്മ ബദലുൻ, ആ തയമ്മത്തില് അത് ബദലാന്ന് പറഞ്ഞു. വഹുന, ഇവിടെ ആണെങ്കിലോ ആ തടകൽ അസ്ലാന്ന് പറഞ്ഞു. അപ്പോ തടകല് അസ്ലാണ്, കഴുകലും അസ്ലാണ്. ഇപ്പൊ അങ്ങനെ രണ്ടും കൂടി അസ്ലാകുക? കറാഹത്തില്ല എന്ന് പറഞ്ഞതിന് വസ്ല അസ്ലാന്ന് പറഞ്ഞല്ലോ, ഇവിടെ തടകല് അസ്ലാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായി? ഫനത്തജ. അപ്പൊ ഇതിന്ന് രണ്ടിൽ നിന്നും കൂടി എന്താണ്, അതായത് അല്ലലു ഫറഖു എന്ന് പറഞ്ഞാൽ തഅലീലിൽ നിന്നും ഈ തഫ്രീഖിൽ നിന്നിട്ടും ഫറഖു അല്ലെ ഫറഖു. അപ്പൊ ഒരു ഫർക്ക് പറഞ്ഞു. ആ ഫർക്കിൽ നിന്നും ഈ തഅലീലിൽ നിന്നും നതീജയായി. എന്ത് നതീജ കിട്ടി? അത് രണ്ടിന്റെയും ബലതാണ്. അന്ന കുല്ലം മിനൽ ഗസ്ലി വൽ മസ്ഹി അസ്ലുൻ. കണ്ടോ, പിന്നെ ഗസ്ലും എന്ന പോലെ മസ്ഹുൻ 2 അസ്ലാണ്. വഹീനഇദിൻ ഫഖിയാസുഹു അന്നൽ ഗസ്ല അഹദു മാസദഖാത്തിൽ വാജിബിൽ മുഖയ്യരി. 2 അസ്ലാണെങ്കിൽ എന്ത് വരും? പിന്നെ 2 അസ്ല് വന്നു കഴിഞ്ഞാൽ അപ്പൊ 2 അസ്ല് എന്ത്? അപ്പൊ അത് രണ്ടും പിന്നെ വാജിബും മുഖയ്യർ ഗണത്തിലല്ലേ പെടുക? വഹീനഇദിൻ അങ്ങനെ 2 അസ്ലാണെങ്കിൽ ഫഖിയാസുഹു, അതിന്റെ ഖിയാസ്, അസ്ലിന്റെ ഖിയാസ് അന്ന കുല്ലം മിനൽ ഗസ്ലി വൽ മസ്ഹി അസ്ലുൻ എന്ന് പറഞ്ഞ അതിന്റെ ഖിയാസ് അന്നൽ ഗസ്ല് അഹദു മാ സദഖാത്തിൽ വാജിബിൽ മുഖയ്യരി. വാജിബു അതും ചെയ്യാം ഇതും ചെയ്യാം എന്നിങ്ങനെയുള്ള വാജിബു മുഖയ്യറിന്റെ മാസദഖാത്തിൽ പെട്ടതാണ് എന്നല്ലേ. ഫകൈഫ യഖൂലൂന ബിഇബാഹത്തിഹി. അപ്പൊ അത് മുബാഹ എന്നെങ്ങനെ പറയാ? അതാ വിഷയം. അപ്പൊ വാജിബ് എന്ന് പറയണ്ടേ? ഗസ്ല് എന്ന് പറഞ്ഞത് മാസദഖാത്തിൽ വാജിബിൽ പെട്ടതാകണം. മുബാഹ് എന്ന് പറഞ്ഞാൽ പറ്റൂല, അത് വാജിബ് എന്നല്ലേ പറയേണ്ടത് 2 അസ്ലാണെങ്കിൽ. വഅന്നഹു ഗൈറു മത്ലൂബിൻ. അപ്പൊ അങ്ങനെ അത് ഇബാഹത്ത് കൊണ്ട് പറയല് എന്ന പോലെ അത് മത്ലൂബല്ല മുബാഹ എന്ന് പറയല്. അത് മത്ലൂബാണ് വാജിബാണെന്നല്ലേ പറയേണ്ടത്. അപ്പോ വഖദ് ദക്കർതുൽ ജവാബ അൻഹു ഫി ശറഹിൽ ഇർഷാദി സഗീരി ഫത്ഹുൽ ജവാദിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. വഖദ് യുജാബു ഐലൻ. അവിടെ പറഞ്ഞ മറുപടി അല്ലാതെ വേറൊരു മറുപടി ഇവിടെ ഉണ്ട്. രണ്ടാമത് വേറൊന്നും കൂടി പറയുന്നു. അതിലെന്ന് പറഞ്ഞാല് ശറഹുൽ ഇർഷാദിൽ പറഞ്ഞതുപോലെ തന്നെ ബി അന്നൽ ഫിൽ ഗസ്ലി ഹൈസിയത്തൈനി. ഗസ്ലിൽ 2 ഹൈസിയത്തുണ്ട്. ഹുസൂലുൽ ബലലിൽ മഖ്സൂദ് മിനൽ മസ്ഹി വസിയാദത്തി. അതാ ബലല്
മസഹിന്റെ മഖ്സൂദായ ബലലെത്തിക്കലും സിയാദത്തും ഉണ്ട് അലാദാലിക്ക, അതിനേക്കാൾ സിയാദത്തും ഹാസിലാകുന്നുണ്ട്. അതായത് ജറയാനുൽ മാ ഫഹുവ മിനൽ ഹൈസിയ്യത്തിൽ ഊല, അല്ല രണ്ടാമത്തത് ഹൈസിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഹുസൂലിന്റെ മേലത്തുഫ, ബലലിന്റെ മേലത്തുഫല്ല. അന്നഫിൽ ഗസ്ലി ഹൈസിയ്യത്തൈനി, ഒരു ഹൈസിയ്യത്ത് എന്താ ഹുസൂലുൽ ബലലിൽ മഖ്സൂദ് മിനൽ മസഹി. പിന്നെ രണ്ടാമത്തെ ഹൈസിയ്യത്ത് സിയാദത്തി, അപ്പോ ബദലായിട്ട് അലാദാലിക്ക, പിന്നെ ആ ഹുസൂലിനേക്കാൾ സിയാദത്തുണ്ട്. ഫഹുവ മിനൽ ഹൈസിയ്യത്തിൽ ഊല, ആദ്യത്തെ ഹൈസിയ്യത്ത് അനുസരിച്ച് അത് അസ്ലിയാണ്, അതായത് ഗസ്ൽ അസ്ലിയാണ്. വാജിബുൻ, അത് വാജിബുമാണ്. വമിനൽ ഹൈസിയ്യത്തി സാനിയത്തി, രണ്ടാമത്തെ സിയാദത്തുള്ള നോക്കുമ്പോ ലാ വല എന്ന് പറഞ്ഞാൽ അസ്ലിയു അല്ല വാജിബു അല്ല, ബൽ മുബാഹുൻ, അത് മുബാഹാണ്. ഫലാ തനാഫിയ, അപ്പൊ രണ്ടും അസ്ല് എന്ന് പറയുമ്പോ രണ്ട് ഹൈസിയ്യത്തിലാണ് അത് പറയുന്നത്, അപ്പൊ തനാഫി ഇല്ല. ഇനി തംബീഹുൻ ആഖർ ഖദ് യുഖാലു യുആരിദു മാ ദുക്കിറ മിൻ ഇജ്സാഇ നഹ്വിൽ ഗസ്ലി അൽ ഖായിദത്തൽ ഉസൂലിയ്യത, അതായത് കഴുകൽ മതിയാകും, കഴുകൽ പോലത്തത് മതിയാകുമെന്ന് പറഞ്ഞല്ലോ. കഴുകൽ പോലത്തെ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങിയാലും മതിയാവും അല്ലെ, അത് പോലത്തെ ആയിപ്പെട്ടാണ്. അപ്പോ അത് മതിയാകും എന്ന് പറഞ്ഞത് മുആരിദാകും എന്തിനോട്? ഉസൂലിയായ ഖായിദയോട്. അന്നഹു ലാ യജൂസു, എന്ത് ജായിസാവൂല? അൻ യുസ്തംബത്ത മിനൻ നസ്സി, നസ്സിൽ നിന്ന് ഇസ്തിംബാത്തിയൽ ജായിസാവൂല എന്ന ഉസൂലിയായ ഖായിദ, ഉസൂലുൽ ഫിഖ്ഹിലെ ഖായിദ. എന്ത് ഇസ്തിംബാത്തിയ? മായനൻ യഊദു അലൈഹി, ആ മായന ഇസ്തിംബാത്ത് ചെയ്യപ്പെടുക, ആ മായന മടങ്ങുന്നതാണ് അലൈഹി നസ്സിലേക്ക്, ബിൽ ഇബ്താലി, ഇബ്താൽ കൊണ്ട് മടങ്ങുന്നതാണ്. അപ്പൊ ആയത്തിൽ പറഞ്ഞത് മസഹാണ്, അതിന് ഈ പറഞ്ഞ ഗസ്ല് എന്ന് പറയുമ്പോ അതിന് ഇസ്തിംബാത്ത് ചെയ്തൊരു മായന ഇസ്തിംബാത്ത് ചെയ്ത് എടുത്തു കഴിഞ്ഞാല് മസഹ് നിർബന്ധം ഇല്ല എന്നല്ലേ വരിക. അപ്പോ നസ്സിന്റെ മായന മസഹ് നിർബന്ധം ഉണ്ട് എന്നുള്ളതാ. ഈ മായന ഇങ്ങനെ ഇസ്തിംബാത്ത് ചെയ്തുകൊണ്ട് മസഹ് നിർബന്ധമില്ല, ഗസ്ലായാലും മദീനായില്ലേ. അപ്പൊ ഇത് ഈ ഖായിദക്കെതിരല്ലേ? വയുജാബു ബി അന്ന ഹാദാ ലൈസ മിൻ തിൽക, അതിന് മറുപടി പറഞ്ഞ് ഇതാ ഖായിദയിൽപ്പെട്ടതല്ല, അങ്ങനെയാണെങ്കിലല്ലേ എതിരാകുക. മതിയാവുമെന്ന് പറഞ്ഞ് എതിരാകണമെങ്കിൽ ഖായിദപ്പെട്ടതാണ്ടേ, ഖായിദപ്പെട്ടതല്ല. ബൽ മിൻ ഖായിദത്തി, അത് വേറെ ഖായിദയിൽപ്പെട്ടതാ. അന്നഹു യുസ്തംബത്തു മിനൻ നസ്സി മഅനൻ യുഅമ്മിമുഹു, ആ നസ്സിന് ഇസ്തിംബാത്ത് ചെയ്യാം, ജായിസാണ്, ഒരു മാന ഇസ്തിംബാത്ത് ചെയ്യാം. യുഅമ്മിമുഹു, ആ നസ്സിനെ ആമാക്കുന്ന, ഈ ഫർദ് ഇപ്പം നസ്സിലൊരു ഫർദാ പറഞ്ഞ, ഈ ഫർദ് അല്ലാതെ മറ്റൊരു ഫർദിനെയും കൂടി ആമാക്കുന്ന, ഷാമിലാക്കുന്ന ഒരു മാന എന്ത് ചെയ്യാം? ഇസ്തിംബാത്ത് ചെയ്യാം എന്ന മാനയിൽ പെട്ടതാണ്, ഖായിദയിൽ പെട്ടതാണ്. വഹുവ, ആ മാനയാകുന്നത് ഹുന ഇവിടെ ബിനാഅൻ അലാ അന്നഹു മഅഖൂലുൽ മാന, ഈ പറഞ്ഞ പിന്നെ മസഹ് അത് മഅഖൂലുൽ മാനയാണ് എന്നതിന്റെ മേൽ എടുത്തിട്ട്, അത് മഅഖൂലുൽ മാന ആണോ അല്ലേ എന്നുള്ളൊരു ഖിലാഫ് വേറെ ഉണ്ട്. അപ്പൊ അതിനാ പറഞ്ഞു ഇതിന്റെ മേലെ എടുത്താലേ ഇപ്പൊ പറയാൻ കഴിയുള്ളൂ. ആ റുഖ്സത്തു, അത് റുഖ്സയാണ്. ചിലര് തലതടകല് തഅബ്ബുദിയാണ് എന്ന് പറഞ്ഞാല് ബാക്കിയുള്ളിടത്തൊക്കെ എന്താണ് കഴുകണം എന്ന് പറഞ്ഞു, തല മാത്രം തടകണം എന്ന് പറഞ്ഞു. ഇതിനെന്താ കാരണം? അപ്പൊ തലകടകല് തഅബ്ബുദിയാണെന്ന് പറഞ്ഞ്, അല്ല മൊത്തം എന്താണ് വുളൂവിന്റെ ഗുസ്ലും ഇതെല്ലാം കൂടിയിട്ട് തഅബ്ബുദിയാണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതല്ല, മഅഖൂലുൽ മാനയാണ് എന്നതിന്റെ മേലെടുത്തിട്ട് എന്താണ് പറയുന്നത്? അത് റുഖ്സയാണ്. ഫി ഹാദൽ ഉളുവി, തലയിൽ റുഖ്സയാണ്, തടയാ മതി എന്ന് പറഞ്ഞാൽ. കാരണം എന്തായാലും സത്തിരിഹി ഗാലിബൻ, ആ തല മറക്കപ്പെട്ടിട്ടുണ്ടാകും. ഗാലിബൻ, ഗാലിബിലും. സത്തിരിഹി എന്ന് പറഞ്ഞാല് സത്തിർ മജൂലിന്റെ വസ്ത്രായിട്ട് കമാമറ, ഗാലിബിലും തല മറക്കേണ്ടതാ. അപ്പോ ഇപ്പൊ ചെയ്യുന്നെല്ലാം ഗാലിബിനെതിരാണ് നടത്താം. പിന്നെ അപ്പോ ഗാലിബിലും എന്താണ് തലമറച്ചിട്ടുണ്ട്. അത് ഗാലിബിലും തലമറക്കുക എന്ന് പറഞ്ഞാൽ ആദത്തല്ല, ശറയില് മത്ലൂബാണ് എന്നർത്ഥം. ഹീനൈദൻ ഫയൽസബു മിനൽ ഇക്തിഫായി, അതായത് ഇവര് എന്താണ് ഇബ്നു തൈമിയ്യന്റെ ആൾക്കാരെ അഭിപ്രായം പറയൽ അങ്ങനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറച്ചിരുന്നു, അത് ശരിയാണ്, അതൊരു അറബികളുടെ പതിവ് എന്നുള്ള ആൾക്കാണ്. ഇത് അങ്ങനല്ല. ശറഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായിട്ട് ചെയ്തെങ്കിൽ അത് ശറയില് മത്ലൂബല്ലേ. ചില കാര്യം ചോദിച്ചപ്പോ മറുപടി പറഞ്ഞില്ല, എന്നിട്ട് പറഞ്ഞ് ലൗ ഖുൽതു നഅം ഫവജബ എന്നർത്ഥത്തിന് ചില ഹദീസ് ഉണ്ടല്ലോ, ഞാന് നിങ്ങൾ ചോദിച്ചപ്പോ ആന്ന് പറഞ്ഞെങ്കിൽ അത് വാജിബായി പോയനെ. പിന്നെ അപ്പൊ യൽസമു മിനൽ ഇക്തിഫാഇ ഫീഹി ബിൽ അഖല്ലി, അൽ ഇക്തിഫാഉ ഫീഹി ബിൽ അക്മലി ഹംലൻ ലിൽ മസ്ഇ അലാ ഉസൂലിൽ ബലലി സാദിഖത്തി. അപ്പോ ഇതിന് അങ്ങനെ ഗാലിബിലും മറച്ചതായതുകൊണ്ട് യൽസമു മിനൽ ഇക്തിഫാഇ ഫീഹി ബിൽ അഖല്ലി, പിന്നെ അപ്പൊ റസില് അഖല്ല് കൊണ്ട് മതിയാക്കി എന്നതിൽ നിന്ന് ലാസിമാകും അൽ ഇക്തിഫാഉ ഫീഹി
ആ റസിൽ മതിയാകും, ബിൽ അക്മലി അക്മലും മതിയാകും. അക്മൽ വസില് മറ്റേത് മസഹ്. അപ്പൊ ഇത് റുഖ്സ ആയതുകൊണ്ടാ, എന്ന് പറഞ്ഞാൽ ഇത് റുഖ്സ ആയതുകൊണ്ട് അങ്ങനെ വന്നതുകൊണ്ട് ഇത് മതിയാകും. ഹംലലിൽ മസി അല ഉസൂലിൽ ബലലി, അല്ല മസി എന്ന് പറഞ്ഞാൽ ഉസൂലുൽ ബലലാണ്. അസാദിഖി ബി ഹഖീഖത്തിൽ മസഹി വ ഹഖീഖത്തിൽ ഗസ്ലി. ഉസൂലുൽ ബലല് എന്ന് പറഞ്ഞത് മസഹിലും ഉണ്ട്, എന്നപോലെ തന്നെ ഗസ്ലിലും ഉണ്ട്. മസഹില് മാത്രമല്ല, അതാ പറഞ്ഞ ഗസ്ലില് അതുകൊണ്ട് അതിന്റെ സിയാദത്തുണ്ട് എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ. അപ്പൊ ഉസൂലുൽ ബലല് എന്ന് പറഞ്ഞത് ഈ രണ്ട് ഹഖീഖത്ത് കൊണ്ട് സാദിഖാണ്. ഫതഅമ്മൽഹു വബിഹാദാ യുഅലമു ഉറൂദു സുആലി അലൽ ഖായിലിന ബിത്തഅബ്ബുദി. ഇതുകൊണ്ട് അറിയപ്പെട്ടു. പിന്നെ ഈ തഅബ്ബുദ് കൊണ്ട് പറയുന്നവരുടെ മേലിൽ ചോദ്യം വരും എന്നത് ഇത്റാദാകുമെന്ന് ഈ പറഞ്ഞ മറുപടി കൊണ്ട് അറിയപ്പെട്ടു. റുഖ്സ എന്ന് പറയല്ല, പിന്നെ വേറെ നിർവാഹമല്ല. അപ്പൊ അവരെന്ത് പറയുന്നുണ്ട്? കഴിയാ മതിയാവും എന്ന് പറയുന്നുണ്ട്. ഇല്ല അൻ യകൂനു ഖായിലീന ബിതഅയ്യീനിൽ മസഹി. അവര് പറഞ്ഞാൽ പിന്നെന്താണ് ചോദ്യം വരികയില്ല. എന്തു പറയണം? മസഹ് തന്നെ വേണം, ഗുസ്ല് പറ്റൂല എന്ന് പറയണം. അങ്ങനെ അവർ പറയുന്നുണ്ടോ? പറയുന്നില്ല. അപ്പോ മറുപടി പറയാൻ കൊടുക്കുന്നർത്ഥം. പിന്നെ ഇനി ജവാസു വലഇൽ യദി അലൈഹി, അതും മതിയാകും. തലന്റെ മേലില് കൈവച്ചാൽ മതി. ബിലാ മദ്ദിൻ, കൈവെക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ബലലോടുകൂടെയുള്ള കൈവച്ചാൽ മതി. ബിലാ മദ്ദിൻ, അങ്ങോട്ട് നീട്ടേണ്ട ആവശ്യമില്ല, ഒന്നും നിരക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. പിന്നെ ലി ഹുസൂലിൽ മഖ്സൂദിൽ മദ്കൂരി ബിഹി, ആ എന്താണ് മഖ്സൂദ് ഹാസിലായി. അൽ മദ്കൂരി, മദ്കൂറായ മഖ്സൂദ് ഹാസിലായി. ബിഹി എന്ന് പറഞ്ഞാൽ ആ വലഉൽ യദ് കൊണ്ട് ഹാസിലായി. അപ്പൊ അതുകൊണ്ട് അത് മതിയാവും. അപ്പൊ മസഹ എന്ന് സാധാരണ പറഞ്ഞാൽ ഒന്ന് എന്താണ് വെച്ചിട്ട് ഒന്ന് അനക്കുമ്പോഴാണല്ലോ മസഹ എന്ന് പറയാ. അതും ഇവിടെ വേണ്ട എന്നാ. പിന്നെ വസ്ല് എന്ന് പറഞ്ഞ ജറയാനുൽ മാവ് എന്ന് പറഞ്ഞാൽ വെള്ളം വീണിട്ട് ഒന്നൊലിക്കുമ്പോഴാണ്. ഇനി അഞ്ചാമത്തെ അൽ ഖാമിസു വസ്ലു റിജ്ലൈഹി മാ കഅബൈഹി എന്നാ. അതെ, അഞ്ചാമത്തെ എന്താ? വസ്ലു റിജ്ലൈഹി, കാല് രണ്ടും കഴുകുക. എങ്ങനെ? മാ കഅബൈഹി, രണ്ട് കഅബോട് കൂടെ കഴുകുക. മിൻ കുല്ലി റിജ്ലിൻ ഔ മസഹ ഖുഫൈഹിമാ, രണ്ട് കാലിൽ നിന്നും അത്രയും കഴുകണം. കണ്ടോ? രണ്ട് കഅബ് എന്ന് പറഞ്ഞാൽ ഓരോ കഅബിനും ഓരോ കാലിനും രണ്ട് കഅബ് ഉണ്ടാവും. ആദ്യം രണ്ട് കാല് എന്ന് പറഞ്ഞ്, എന്നിട്ട് പിന്നെ മാ കഅബൈഹി എന്ന് പറഞ്ഞപ്പോ അവന്റെ രണ്ട് കഅബ് എന്നല്ലേ. അവന്റെ രണ്ട് കഅബ് എന്ന് പറഞ്ഞാൽ ഒരു കാലിന് രണ്ട് കഅബ് ഉണ്ടല്ലോ. അപ്പൊ 4 വേണ്ടേ? അതാ പറഞ്ഞ മിൻ കുല്ലി റിജ്ലിൻ എന്നാ പറഞ്ഞ അവന്റെ ഓരോ കാലിന്റെയും രണ്ട് കഅബ് അടക്കം. ഔ മസഹ ഖുഫൈഹി മസ്ഹു ഖുഫൈഹിമാ, അപ്പൊ വസ്ലു റിജ്ലൈഹി ആണ്, അല്ലെങ്കിൽ ആ രണ്ടിന്റെയും എന്താണ് ഖുഫ തടകലാണ്. ബിശുറൂത്തിഹി, ആ മസഹിന്റെ ഷർത്ത് അനുസരിച്ച് ശേഷം വരും. അപ്പൊ ഇത് ഫർളാന്നുള്ളതിന് അഞ്ചാമത്തെ വസ്ലു റിജ്ലൈനി എന്നുള്ളതിന് തെളിവെന്താ? ഖാലല്ലാഹു തആല ഖാല തആല വഅർജുലകും മിനൽ കഅബൈനി എന്ന് പറഞ്ഞു. ബിനസ്ബിഹി, ഞാൻ നേരത്തെ ഖിറാഅത്ത് വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞ ഇവിടെ ആ തല തടയുന്നിടത്തല്ല. ആ തല തടയുന്നിടത്ത് എന്താണ് ആ പറഞ്ഞ തേവീൽ തന്നെ ഉള്ളൂ. പിന്നെ അതേതായാലും ബന്ധിച്ച തേവീൽ ഉള്ളത് കൊണ്ടാണ്. പിന്നെ തലയടയുന്നിടത്തല്ലേ പറഞ്ഞ? അല്ല, എന്ത് അല്ല, തലയടയുന്നിടത്തല്ല, കൈ കഴുകുന്നിടത്ത്. കൈ കഴുകുന്നിടത്താണല്ലോ അല്ലിത്തിബാഉ വൽ ഇജ്മാഉ ബൽ വല്ലായത്തു എന്ന് പറഞ്ഞത്. അതെ, ഖിറാഅത്ത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവിടെ അല്ല, ഇവിടെ. ഇനി അതാ ബിനസ്ബിഹി, എന്ത് ആ അർജുലക്കും എന്നതിന് നസ്ബു കൊണ്ട് വഹുവ വാളിഹുൻ, അത് അപ്പൊ വാളിഹാണ് കഴുകണം എന്നുള്ളത്. കാരണം എന്താ? വംസഹു ബി ഉജൂഹിക്കും അർജുലക്കും, പിന്നെ വംസഹു ബി റൂസിക്കും അർജുലക്കും എന്ന് പറഞ്ഞത് ആ പിന്നെ ഇഗ്സിലു ഉജൂഹക്കും എന്ന് പറഞ്ഞ ഉജൂഹിന്റെ മേലെ അത്തുഫല്ലേ, അപ്പൊ കഴുകണം എന്ന് വന്നു. വഹുവ വാളിഹുൻ എന്ന് പറഞ്ഞതാ. ഒബി ജർരിഹി, ആ എന്താണ് അർജുലു എന്നതിന് ജറ് കൊണ്ട്. ആ ജറ് എങ്ങനെ വന്ന്? അലൽ ജിവാരിന്ന്, അതിന്റെ ഇപ്പുറത്തുള്ളതിന് ജറാണ്. അപ്പൊ ഇവിടെയും ജറ് കൊടുത്താണ്, അതാ ജിവാറ് എന്ന് പറയാം. അലൽ ജിവാരി, അതിന്റെ ഇപ്പുറത്തുള്ളതിന് ജറായതുകൊണ്ട് ഇവിടെയും ജറ് വന്നതാണ്. ഒബി ജർരിഹി അലൽ ജിവാരി ഖിലാഫൻ ലിമൻ സാമംതിനാഹു, ജിവാറിന്റെ ജറ് ഇവിടെ പറ്റൂല എന്ന് പറഞ്ഞ് ചിലവർ. അങ്ങനെ ജിവാറിന്റെ ജറ് പറ്റൂല എന്ന് പറഞ്ഞാൽ അത്തുഫിന്റെ അർഫ് ഇല്ലാതിരിക്കണം എന്ന് അവർ പറയുന്നത്.
ആത്തുഫിന്റെ അർഫുണ്ടെങ്കിൽ ജിവാറിന്റെ ചെറു പറ്റൂലാന്ന്. ഇവിടെ ആത്തുഫിന്റെ അർഫുണ്ടല്ലോ, വൈദിയക്കും ഇലൽ കഅബൈനി വംസഹു ബിറൂസിക്കും അർജുലിക്കും എന്നിങ്ങനെ. പിന്നെ ഫസല ബൈനൽ മഅ്തൂഫൈനി, അപ്പൊ രണ്ട് മഅ്തൂഫിന്റെ ഇടയിൽ അവിടെ എന്താണ് തലതടകണം എന്നുള്ളത് ഇടക്ക് വന്നല്ലോ. അതിൽ ഇഷാറത്തില ഉജൂബി തർത്തീബ്, അത് തർത്തീബ് നിർബന്ധം ഉണ്ട് എന്നുള്ളതിനാ. അതിനുശേഷം തെളിവ് പറയും. പിന്നെ എന്ന് പറഞ്ഞാല് അത് ഇവിടുത്തെ ജിവാറിന്റെ അത്തുഫാണ്, എന്തല്ല ഏത് അത് തടകണം എന്നുള്ള അർത്ഥത്തിന്. നേരെ ജറായിട്ട് ആ ജിവാറിന്റെ ജറല്ല, അത്തുഫിന്റെ ജറാണ് എന്ന് വന്നാൽ കാല് തടകിയാൽ മതി എന്നാവും അല്ലെ, അങ്ങനല്ലേ വരിക. അതിനാ പറഞ്ഞേ കാല് തടകിയാൽ മതി എന്നല്ല അതിന്റെ അർത്ഥം. അതവിടെ പറഞ്ഞത് മഅ്തൂഫിന്റെ ഇടയിൽ വസ്ൽ ചെയ്ത് വംസഹു ബിറൂസിക്കും എന്ന ജുംല കൊണ്ട് വസ്ൽ ചെയ്ത് തർത്തീബ് നിർബന്ധമാണ്. അത് കഴിഞ്ഞിട്ട് കാല് കഴിയാൻ പറ്റുള്ളൂ എന്നുള്ളത് അറിയിക്കാനാ. ഔ അത്തുഫൻ അല റൂസി, അല്ലെങ്കിൽ റൂസ് എന്നുള്ളതിന്റെ മേലെ തന്നെ അത്തുഫാക്കാം. ഹംലൻ അല മസഹിൽ ഖുഫൈനി, അപ്പൊ തടകുക എന്ന് പറഞ്ഞാൽ കാല് നേരെ തടകുക എന്നല്ല, ഖുഫ തടകുക എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. അങ്ങനെ മൂന്നാമത്തെ തെവീൽ. ഔ അലൽ ഗുസ്ലിൽ ഖഫീഫി, അല്ലെങ്കിൽ കഴുകുക എന്ന് പറഞ്ഞാൽ മസഹെന്ന് വരിക. അപ്പോൾ ഇതിന്റെ മേലെ അത്തുഫാകുമ്പോഴേ, തലന്റെ മേലെ അത്തുഫാകുമ്പോൾ ഹംലൻ അലാ മസഹിൽ ഖുഫൈനി, അല്ലെങ്കിൽ എന്താണ് അലാ മസഹിന്റെ മേലെ അത്തുഫ്. അപ്പൊ ഹംലൻ അലൽ ഗുസ്ലിൽ ഖഫീഫി, ആ മസഹ് കാലിനെ തടകുക എന്ന് പറയുന്ന ആ തടകല് ഖഫീഫായ കഴുകലിനെ കുറിച്ചാണ്. തല തടകുക എന്ന് പറഞ്ഞതോ അത് തടകൽ തന്നെയാണ്. അപ്പോ ഇംസഹു എന്ന് പറഞ്ഞതിന് രണ്ടർത്ഥം വരും. തല തടകുന്നുള്ള നോക്കുമ്പോൾ ഒരു തടകലും, അത് ഹഖീഖിയാ തടകൽ. കാല് തടകുക എന്ന് പറഞ്ഞാൽ കാല് കുറഞ്ഞ വെള്ളം ഉപയോഗിച്ച് കഴുകുക. എന്താ അങ്ങനെ ആക്കാൻ കാരണം? പിന്നെ ഇതിൽ അറബ് തുസമ്മീഹി മസഹൻ, കാരണം ഗുസ്ലുൻ ഖഫീഫിന് എന്ത് ചെയ്യാറുണ്ട് അറബികൾ മസഹ് എന്ന് പറയാറുണ്ട്. അങ്ങനെ മസഹ് എന്ന് പറയാറുണ്ട്. അത് പിന്നെ ഒരു ഹദീസിലുണ്ടല്ലോ, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പിന്നിൽ വന്നു. അപ്പൊ സഹാബത്ത് മുമ്പിലാണ്, അവർ ഒളു കൊടുക്കാൻ തുടങ്ങിയപ്പോ കാനു യംസഹൂന അല എന്താണ് അർജുലിഹിം എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞു, നാദാ വൈലുൽ ലിൽ അഖാബി മിനന്നാർ എന്ന് പറഞ്ഞെടുത്ത് അവിടെ കാനു യംസഹൂന അല അർജുലിഹിം എന്ന് പറഞ്ഞാല് കാല് തടകുക എന്നല്ല അതിന്റെ അർത്ഥം. കുറഞ്ഞ വെള്ളം ഉപയോഗിച്ച്, യാത്രയിലല്ലേ വെള്ളം സൂക്ഷിക്കണ്ടേ, കുറഞ്ഞ വെള്ളം ഉപയോഗിച്ച് ഇങ്ങനെ കാല് കഴുകുന്നുണ്ടപ്പോ വെള്ളം കുറച്ച് ആക്കിബ് നനയാതെ പോകണ്ട, നനയാതെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞ. അപ്പൊ അങ്ങനെ മസഹ് എന്നറിയും. ഹിക്മത്തുഹു അന്നഹുമാ മളിന്നത്തുൽ ലിൽ ഇസ്റാഫി, എന്തിനാ അവിടെ മാത്രം എന്ത് അങ്ങനെ ഇബാർത്തിട്ടത്? മുഖത്തിലും കയ്യിലും എന്തേ മസഹ് എന്ന് പറയാഞ്ഞത്? അവിടെ വസ്ല് തന്നെ പറഞ്ഞല്ലോ. അപ്പൊ അതിന് മറുപടി പറയാ, അത് ഈ കാല് കഴുകുക എന്നുള്ളത് ഇസ്രാഫിന്റെ മളിന്നത്താ. വല്ലാതെ വെള്ളം കോരി ഒഴിച്ച് കളയുമല്ലോ. മറ്റേത് കൈ കൊണ്ട് എടുത്തിട്ടല്ലേ കഴുകുക, അപ്പൊ കയ്യിൽ കൊള്ളുന്നല്ലേ വരുള്ളൂ. മറ്റേതാണെങ്കിലോ പൈപ്പ് അങ്ങ് തുറന്നു വിട്ട് നിൽക്കലല്ലേ, അല്ലെങ്കിൽ വലിയ പാട്ടയ്ക്ക് കോരി ഒഴിക്കലല്ലേ. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ഇസ്രാഫിന്റെ മളിന്നത്താണ്, അങ്ങനെയൊക്കെ ഉണ്ടാകാന്നർത്ഥം. ഫൗഷീറ ലി തർക്കിഹി ബിദാലിക, അപ്പോ ആ ഇസ്രാഫ് ഒഴിവാക്കണം എന്ന പിന്നെ ഇഷാറത്തിനാണ് എന്ത് ചെയ്തത് ഇവിടെ മസഹ് എന്ന് വസ്ലുൻ ഖഫീഫിനെ തൊട്ടി ബാറത്തിട്ടത്. ഇങ്ങനെ കുറെ എന്താണ് ജവാബ് പറഞ്ഞിട്ട് പറയുക, വല്ല ഹാമിലു അലാ ദാലിക, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്ന എന്തിനാ ഈ ആയത്തിന് തവീൽ ചെയ്യേണ്ടത്? അല്ലിജുമാവു ഇജുമാ ആണ് എന്തിന്റെ മേലെ അലാ തഅയ്യുനി വസ്ലിഹിമ, കാല് രണ്ടും കഴുകൽ നിർബന്ധാന്നുള്ളത്, അത് തടയ്യാ പോരാന്നുള്ളത് ഇജ്മാ ആണ്. അപ്പൊ ഇജ്മാനെതിരെ ഈ ആയത്താകാൻ പാടില്ലല്ലോ. അപ്പൊ ഈ ആയത്തിന് തവീൽ ചെയ്യണം. ഹൈസുലാ ഖുഫ, എപ്പോ കാല് കഴുകൽ തഅയ്യുനാണ്, ഖുഫ ധരിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ ഷർത്തനുസരിച്ച് നടത്താം. അപ്പൊ ഇജ്മാ എന്ന് പറഞ്ഞപ്പോ വേറൊരു വിഷയം അല്ല, ഷീഅത്ത് ഇതിനെതിരുണ്ടല്ലോ, അവര് കാല് തടയ്യാലും മതി എന്ന് പറയുന്നവരാണ്. ഓഹോ, അവര് വല്ലാത്ത എന്താണ് മുഅ്തദിയത്താ. ഇവിടെയുള്ള മുഅ്തദിയത്ത് എന്താണ് സോക്സ് തടയ്യാലും മതി എന്ന് പറയുന്നവരാ അല്ലെ. അവര് സോക്സ് എന്നില്ല, കാല് തന്നെ അടയ്യാൽ മതി എന്ന് പറയുന്നവരാ. അപ്പൊ അവരുടെ ഖിലാഫോ ഇജ്മാഇന്ന് എങ്ങനെ പറയാന്ന്? അപ്പൊ ഇജ്മാ എന്ന് പറഞ്ഞതിന് ഇത്റാദ് വന്നതിന് മറുപടിയാവും ഖിലാഫു ഷിയഅത്തി ഫീ ദാലിക വഗൈരിഹി, ഇതിലും പിന്നെ കാല് തടകൽ കഴുകൽ നിർബന്ധം തഅയ്യുനാണ് എന്നതിലെ ഖിലാഫ് എന്ന് ദാലിക്കന്റെ ഇഷാറത്തിലൊക്കെ മടങ്ങാം. വഗൈരിഹി, ഇതല്ലാത്ത മറ്റു മസലകളിലും അവരുടെ ഖിലാഫ് ലാ യുതദ്ദു ബിഹി, അത് പരിഗണിക്കൂല. എന്താ പരിഗണിക്കാതിരിക്കാൻ കാരണം? അത് തൽബീഹിൽ ഇമാം തഫ്താസാനി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഷെർവാനിയെ അത് ഗർദിയെ തൊട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. കാരണം ഇജ്മാ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്നൽ ഇജ്മാ ഫിൽ ഇസ്തിലാഹി ഇത്തിഫാഖുൽ മുജ്തഹിദീന മിൻ ഉമ്മത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ അലാ ഹുക്മിൻ ശറഈൻ. അപ്പോ ഇവര് ഷിയത്ത് എന്താ? അവർ ഉമ്മത്തിൽപ്പെട്ടതല്ലേ,
വലൈസ സാഹിബുൽ ബിദ്അത്തില്ലത്തി അല്ലദീ യദ്ഉൻ നാസ ഇലൈഹാ മിൻ ഉമ്മത്തി ദഅവതി. കണ്ടോ, അവര് ദഅവത്തിന്റെ ഉമ്മത്തിൽ പെട്ടതല്ല മുബ്തദിയത്ത്. സാഹിബുൽ ബിദ്അത്തില്ലത്തി യദ്ഉൻ നാസ ഇലൈഹ എന്ന് പറഞ്ഞത് ഖൈദിന് പറഞ്ഞല്ല. ഖൈദിനാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ അങ്ങനെ തഫ്സീലാക്കണ്ട, അങ്ങനെ തഫ്സീലാക്കിയിട്ടില്ലല്ലോ. ഷിയത്തിന്റെ ഖിലാഫെന്ന് അവിടെ ഷിയത്തിന്റെ ദുആത്തായ എന്നവിടെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അത് ഖൈദിനല്ല, അത് ഖൈദിനല്ല എന്ന് തെൽവി നോക്കിയാൽ വേറൊരു സ്ഥലത്തുനിന്ന് മനസ്സിലാകുകയും ചെയ്യും. അപ്പൊ അവര് ഇതിൽ പെട്ടതുമല്ല, ഉമ്മത്ത് ദഅവത്ത് പെട്ടതല്ല. അല്ല, അവര് അതെ ലൈസ മിൻ ഉമ്മത്തി ദഅവത്തി അല്ല, ലൈസ സാഹിബുൽ ബിദ്അത്തില്ലദീ അല്ല, വ സാഹിബുൽ ബിദ്അത്തിനായിരിക്കണം. ലൈസ സാഹിബുൽ ബിദ്അത്തിനാവൂലല്ലോ. സാഹിബുൽ ബിദ്അത്തി മിൻ ഉമ്മത്തി ദഅവത്തി ദൂനൽ മുതാബഅത്തീൻ, അങ്ങനെ വേണ്ടിയ. അവർ ദഅവത്തിന്റെ ഉമ്മത്തിൽ പെട്ടതാണ്. എന്തിൽ പെട്ടിട്ടില്ല? മുതാബഅത്തിന്റെ ഉമ്മത്തിൽ പെട്ടിട്ടില്ല. അങ്ങനെ വേണ്ടിയ. അങ്ങനെയല്ല, അവിടെ ഇബാറത്ത് സയ്യായ ഇബാറത്ത് അങ്ങനെയല്ല. ലൈസ സാഹിബുൽ ബിദ്അത്തില്ലദീ യദ്ഉൻ നാസ ഇലൈഹാ മിനൽ ഉമ്മത്തി അലൽ ഇത്ലാഖീന. കണ്ടോ, മുത്തലക്ക് ഉമ്മത്തിൽ പെട്ടതല്ല. അതായത് താരീഫിൽ പറഞ്ഞത് എന്താണ്? ഇത്തിഫാഖുൽ മുജ്തഹിദീന മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നല്ലേ. അത് മുത്തലക്ക് ആയി പറയുന്ന ഉമ്മത്താണ്. ആ ഉമ്മത്തിൽ പുതിയ ബിദ്അത്താരും പെടൂലാണ്. ഷിയത്ത് മാത്രമല്ല, ഒരു ബിദ്അത്താരും പെടൂല. മൗദൂദിയും വഹാബിയും എന്ന പോലെ തബ്ലീഗും അങ്ങനെ തുടങ്ങി ഒന്നും പെടൂല. ലി അന്നഹു വൈങ്കാന മിൻ അഹ്ലിൽ ഖിബ്ല. കാരണം അവന് സാഹിബ് ബിദ്അത്ത് അഹ്ലുൽ ഖിബ്ലയിൽ പെട്ടതാ. ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് സ്കരിക്കുന്നവനാണല്ലോ, അതുകൊണ്ട് അഹ്ലുൽ ഖിബ്ല എന്ന് പറയാം. ഫഹുവ മിൻ ഉമ്മത്തി ദഅവത്തി, അവൻ ഉമ്മത്ത് ദഅവത്തിൽ പെട്ടതാണ്. ദൂനൽ മുതാബഅത്തി, മുതാബഅത്തിന്റെ ഉമ്മത്തിൽ പെട്ടതല്ല. വ മുത്ലഖുൽ ഇസ്മിൽ ഉമ്മത്തിൽ മുതാബഅത്തി. കണ്ടോ, ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ അത് മുതാബഅത്തിന്റെ ഉമ്മത്താണ്, സുന്നികളാണ് എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് എന്ന് പറയുന്നത് മുതാബഅത്തിന്റെ ഉമ്മത്താണ്, അത് സുന്നികളാണ്. മുതാബഅത്ത് സുന്നത്തല്ലേ. പിന്നെ ഇവര് ഉമ്മത്തു ദഅവത്തുമാണ്. അപ്പൊ ഉമ്മത്തു ദഅവത്തും ഉമ്മത്തുൽ മുതാബഅത്തും കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മത്തുൽ ഇജാബത്തും ഉണ്ട്. അത് അഹ്ലുൽ ഖിബ്ല. അഹ്ലുൽ ഖിബ്ല എന്ന് പറയുന്ന ഒരു ഉമ്മത്തുൽ എന്താണ് ഇജാബത്ത്. പക്ഷെ അത് ആമായ അർത്ഥത്തിന്, മുതാബഅത്ത് ഉണ്ടായാലും ഇല്ലെങ്കിലും എന്ന ആമായ അർത്ഥത്തിന് അഹ്ലുൽ ഖിബ്ല എന്ന് പറയുന്നതാണ് ഉമ്മത്തുൽ ഇജാബ എന്നറിയാം. അപ്പൊ ഇവര് ഉമ്മത്ത് ദഅവത്താണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ ഉമ്മത്ത് ദഅവത്ത് എന്ന് പറഞ്ഞാല് പിന്നെ ദീന് വിശ്വസിച്ചിട്ടില്ലാത്തവരെ എന്തിലേക്ക് ക്ഷണിക്കണം? ദീനിലേക്ക് ക്ഷണിക്കണം. എന്നപോലെ ഇവരെ സുന്നത്തിലേക്ക് ക്ഷണിക്കണം, സുന്നത്ത് ജമാഅത്തിലേക്ക് ക്ഷണിക്കണം. അപ്പൊ അവരെന്തായി? ഉമ്മത്തുൽ മുതാബഅത്തിൽ പെട്ടിട്ടില്ല, അവർ ഉമ്മത്തു ദഅവത്താണ് എന്നാണ്. പിന്നെ അത് വളരെ കൃത്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ അവർ പെടൂല. പലരും ശ്രദ്ധിക്കാത്ത സംഗതിയാണത്. എല്ലാവർക്കും രണ്ട് ഉമ്മത്തെ അറിയുള്ളൂ, സുന്നിയൊക്കെ തന്നെ. സുന്നികളായവര് അവർ ഉമ്മത്തുൽ മുതാബഅത്താണ്, എന്തല്ല ഉമ്മത്തുൽ ഇജാബത്തല്ല എന്ന് പറഞ്ഞാല് ആ വ്യാപകാർത്ഥത്തിനല്ല എന്നർത്ഥം. ഉമ്മത്തു ദഅവത്തും അല്ല, ഉമ്മത്തുൽ ഇജാബത്തും അല്ല, അതിന്റെ ഖാസായ ഉമ്മത്തുൽ മുതാബഅത്താണ് അവർ. പിന്നെ ഇനി വദല്ല അലാ ദുഖൂലിൽ കഅബൈനി, ഈ രണ്ട് കഅബ ഉൾപ്പെടെ എന്ന് പറഞ്ഞില്ലേ, അവിടെ ഇലൽ കഅബൈനി എന്നല്ല ആയത്തിലുള്ളത്. അപ്പൊ ഇവിടെ ഹുന റിജിലിന്റെ അവിടെ കഅബൈനി പെട്ടു എന്നതിന്റെ മേൽ അറിയിച്ചിട്ടുണ്ട്. മാമറ ഫിൽ മിർഫഖൈനി, മിർഫഖൈനിൽ പറഞ്ഞത്. അപ്പൊ അവിടെ ഒരു മുഖദ്ദറായ തെർക്കിന് താരിഖീന എന്താണ് ഇലൽ കഅബൈനി എന്ന് തഖ്ദീർ ചെയ്യണം എന്നർത്ഥം. പിന്നെ വഹുമാ അൽ അൽമാനി അന്നാത്തിയാനി, അത് കഅബ് എന്ന് പറഞ്ഞത് ഉയർന്നു നിൽക്കുന്ന എല്ലാണ്. മിനൽ ജാനിബൈനി, രണ്ടു വശങ്ങളിൽ. ഇന്ദ മഫ്സിലി സാഖി വൽ ഖദമി, സാഖും ഖദമും വേർപിരിയുന്ന സ്ഥലത്ത്, അക്കണുപ്പിന്. ഇനി വലൗഹുഖിദൽ കഅബു, കഅബില്ലാതായാൽ, അവിൽ മിർഫഖു, അല്ലെങ്കിൽ മിർഫഖു മാത്രം മുറിക്കപ്പെട്ടാൽ ഇല്ലാതെ ആയാൽ ഉഴുത്തുബിറ ഖദ്റുഹു, അതിന്റെ ഖദ്ർ പരിഗണിക്കും. ഐ മിൻ ഗാലിബി അംസാലിഹി, പിന്നെ ഫീമാ യദ്ഹറു, കഅബില്ല മിർഫഖില്ല എന്ന് പറഞ്ഞാല് അതില്ലാതെ സൃഷ്ടിക്കപ്പെട്ടു എന്നർത്ഥം. മുറിഞ്ഞതല്ലി പറയുന്നത്. അതായത് ഈ രണ്ടെല്ലില്ലാതെ സൃഷ്ടിക്കപ്പെട്ടു. ഇയാൾക്ക് കഅബില്ല, തൊട വരെ എന്താണ്, അല്ലെങ്കിൽ മുട്ടുവരെ ഒറ്റ കോലത്തിലുള്ളത് കാല്, അവിടെ നിന്ന് ഇങ്ങോട്ട്. അതുപോലെ കയ്യിൽ എന്താണ്, ഈ മഫ്സിലില്ലാതെ സൃഷ്ടിക്കപ്പെട്ടത്. കഫ് മുതൽ ഇങ്ങോട്ട് എന്താണ് മുട്ടുവരെ ഒറ്റ കോല. അങ്ങനെ ആയാലും ഉഴുത്തുബിറ ഖദ്റുഹു, ആ ഓരോന്നിന്റെയും ഖദ്ർ പരിഗണിക്കും. ഏത് മിർഫക്കിന്റെയും കഅബിന്റെയും.
ഐ മിൻ ഗാലിബി അംസാലിഹി ഫീമാ യദ്ഹറു. ഉണ്ടോ, അവന്റെ അത്ര കൈനീളമുള്ള ഒരാളുടെ നോക്കിയിട്ട് എവിടം വരെയാണെന്നുള്ള അങ്ങനെ ബിഖിലാഫി മായിദാ ഉജിദ ഫി ഗൈരി മഹല്ലിഹി. എന്നാൽ അതിന്റെ മഹല്ലിൽ അല്ലാതെ എത്തിക്കപ്പെടുന്നതിനെതിരായിട്ട് കുറച്ചുകൂടി മുകളിലേക്കുള്ളത്. എന്നാലോ അൽ മുഅ്താദി മുഅ്താദായ മഹല്ലിൽ അല്ലാതെ എത്തിക്കപ്പെടുന്നതിനെതിരായിട്ട് ലാസഖൽ മിർഫഖുൽ മങ്കിബ. മിർഫക്ക് എന്ത് ചെയ്തു? മങ്കിബിനോട് ചേർന്നിട്ടല്ല, അതിന്റെ പകുതിയിലാണെന്ന് അർത്ഥം. അങ്ങനെയാകാലോ. ഇത് ഉദാഹരണം പറഞ്ഞല്ലേ, കാൻ ലാസഖ എന്ന് പറഞ്ഞാൽ. വൽ കഅബു, കഅബ് മുലാസിഖാണ് റുക്ബത്ത, റുക്ബത്തിനോട്. അപ്പൊ ഫൈന്നഹു യുഅ്തബറു, അത് തന്നെയാണ് ഇഅ്തിബാർ ചെയ്യുക. ഏത്? ആ ഉള്ള കഅബും മിർഫക്കും തന്നെയാണ് ഇഅ്തിബാർ ചെയ്യുക. അവിടം വരെയും കഴുകണം. വകദാ ഫിൽ ഹശ്വത്തി, ഇങ്ങനെ തന്നെയാണ് ഹശ്വയിലും. കമഖ്തലാഹു ഇത്ലാഖുഹും എന്ന് പറഞ്ഞാൽ ഹശ്വ മുറിഞ്ഞു ആയാൽ അക്കദർ പരിഗണിക്കും. അല്ല, അതെന്തിന്? അത് ഈലാജുൽ ഹശ്വയില് കുളി നിർബന്ധാകാന്. അല്ല, കുറച്ച് മുകളിലോട്ട് കയറിയിട്ടാണ് ഹശ്വ ഉള്ളത് എന്നുണ്ടെങ്കിൽ അപ്പം എന്ത് ചെയ്യും? പിന്നെ അപ്പോ കുറച്ച് കയറിയിട്ടാണ് ഹശ്വ ഉള്ളത് എന്നുണ്ടെങ്കിൽ അപ്പം എന്ത് ചെയ്യുന്ന അള്ളത്രയും പരിഗണിക്കുമല്ലോ. അങ്ങനെ കമഖ്തലാഹു ഇത്ലാഖുഹും, അതാ ഫഇന്നഹു യുഅ്തബറു വകദാ ഫിൽ ഹശ്വത്തി എന്ന് പറഞ്ഞാൽ ഹശ്വ മുറിഞ്ഞതാണെങ്കിൽ അഖദർ, അല്ല കുറച്ച് മുകളിലോട്ട് കയറിയിട്ട് നീളത്തിൽ കുറച്ച് കൂടുതലാണെങ്കിൽ അള്ളത് പരിഗണിക്കും. കമഖ്തലാഹു ഇത്ലാഖുഹും. വഖാല ജമ്മു മുതഅഖിറൂൻ യുഅ്തബറു ഖദ്റുഹു മിൻ ഗാലിബിൻ നാസി. അല്ല, ഇങ്ങനെ കയറിയ സ്ഥലത്തും മുഅ്താദായ മഹല്ലിൽ അല്ലാതെ എത്തിച്ച സ്ഥലത്തും എന്ത് തന്നെയാണ്? ആ ഗാലിബിൻ നാസിന്റെ അനുസരിച്ച് ഖദറാണ് പരിഗണിക്കുക എന്ന് പറഞ്ഞു. പക്ഷേ വന്നുസൂസു വ കലാമുഹും മഹ്മൂലാനി, അപ്പൊ അവരതിന്റെ ബാക്കി പറയാം അലൽ ഗാലിബി. പിന്നെ ജമ്മു മുതഅഖിറൂന പറഞ്ഞു ഇങ്ങനെ പരിഗണിക്കുമെന്ന് പറയുമ്പോൾ നസ്സും എന്ന പോലെ അയിമ്മത്തിന്റെ കലാമും ഒക്കെ ഗാലിബിന്റെ മേൽ ഹംലാണ്. എന്നാലല്ലേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ല, മൗജൂദിന്റെ മേൽ ഹംലാക്കിയാൽ ഇവിടെ മൗജൂദാണല്ലോ, ഉള്ളു കഴുകണം എന്നല്ലേ വരിക. യജിബുഹുന, ഇവിടെ നിർബന്ധമാണ് ജമീഉ മാ മറ നളീറുഹു ഫിൽ യദൈനി, കയ്യിൽ മുമ്പ് കഴിഞ്ഞ അവിടുത്തെ ഷാറും അവിടുത്തെ എന്താണ് ജിൽദും, ഇങ്ങനെ കുറെ സംഗതി പറഞ്ഞല്ലോ. അല്ല, കാലിൽ വേറൊരു കാല് മുളച്ചാല് വേറൊരു വിരല് മുളച്ചാല് എല്ലാം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഇവിടെയും വരും. ബിമാ അലൈഹിമ, പിന്നെ ഫിൽ യദൈനി ബിമാ വമാ ഹാദാഹുമ, ആ എന്താണ് രണ്ട് രിജിലിന്റെ മുകളിലുള്ളതും അതിനോട് മുഹാദിയായതും. യജിബുഹുന ജമീഉ മാ മറ നളീറുഹു ഫിൽ യദൈനി ബിമാ അലൈഹിമ വബിമാ ഹാദാഹുമ വഹുന വസമ്മ. അപ്പോ എന്ന പോലെ പിന്നെ ഒന്ന് അവിടെ പറയാത്ത ഒന്നും കൂടി ഇവിടെ കൂട്ടുക. ഇവിടെ അവിടെ നിർബന്ധമാവും. പിന്നെ ആ ഒന്നോടുകൂടെ നിർബന്ധമാകുന്ന വയജിബു ബിമാ അലൈഹിമ വമാ ഹദാഹുമ എന്ന് പറഞ്ഞാൽ ഒന്നോടുകൂടെ നിർബന്ധമാകുമെന്ന് ആ ബാഹു മയ്യത്തിന്റെ അർത്ഥത്തിന് യജിബുവിനോട് ബന്ധിച്ച എന്ന് പറഞ്ഞാൽ അത് കഴുകലോടുകൂടെ എന്നർത്ഥം നിർബന്ധമാണ്. പിന്നെ വഹുനാവസമ്മ, ഇവിടെയും അവിടെയും നിർബന്ധമാണ്. ഇസാലത്തു മാബി നഹ്വി ഷഖ്ഖിൻ ഔ ജുറഹിൻ, മുറിവില് അല്ലെങ്കിൽ കീറലിലൊക്കെ നീക്കൽ നിർബന്ധം. അത് അവിടെ പറഞ്ഞിട്ടില്ല, അത് അവിടെ ഇവിടെയെന്ന് പറഞ്ഞ മിൻ നഹ്വി ശംഇൻ, മെഴുകു പോലെ അതിൻ്റെ ഉള്ളിൽ മുറിവുണ്ട്, ഷക്ക് മുറിവില് അല്ലെങ്കിൽ കീറല് അതിൻ്റെ ഉള്ളിൽ കഴുകണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ മെഴുകു പോലത്തെ കൊണ്ട് അടഞ്ഞിരിക്കുകയാണെങ്കിൽ അത് നീക്കണം. ഔ ദവാ എന്നല്ലേ മരുന്ന് വെച്ചതാണെങ്കിൽ അത് നീക്കി കഴുകണം. അവിടെ ഇറച്ചി കൂടിയതാണെങ്കിൽ കഴുകണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അവിടെ ഇസ്തിത്താറ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തല്ല, ദവാ കൊണ്ട് മുസ്തത്തിരല്ല. അപ്പോ ഈ ഓയിൽമെന്റ് ഒക്കെ ഇട്ടെങ്കിൽ അത് മാറ്റിയിട്ട് കഴുകണം എന്നർത്ഥം. ഇങ്ങനെ പിളർന്നിരിക്കുകയാണെങ്കിൽ അതാ മാലം യസിൽ ലിഗൗരിൽ ലഹമിൽ ഗൈരിൽ ലാഹിരി ഔ യൽതഹിം, അത് എത്തിയില്ലെങ്കിൽ എങ്ങോട്ട്? ലിഗൗരിൽ ലഹമി, ലഹമിന്റെ ഗൗറിലേക്ക്, ഉള്ളിലേക്ക്, അൽ ഗൈരിൽ ലാഹിരി, ലാഹിർ അല്ലാത്ത ലഹമിന്റെ ഉള്ളിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ നീക്കണം. ഔ യൽതഹിം, അല്ലെങ്കിൽ ഇറച്ചി കൂടിയിട്ടില്ലെങ്കിൽ, അതായത് ഇങ്ങനെ മരുന്നുള്ളിലുണ്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ കൂടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അത് ഉള്ളിൽ നീക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഉള്ളിലായി പോയിട്ടുണ്ട്, പുറമെ കൂടിയിട്ടുണ്ട്, എന്നാ നീക്കണ്ട. അപ്പൊ ലാഹിറായത് അല്ലാത്ത ലഹമിന്റെ ഉള്ളിലേക്ക് പോയെങ്കിൽ വേണ്ട. അപ്പൊ ലാഹിറായ ആ ലഹമിൽ തന്നെയാണുള്ളത് എന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് കഴുകണം. അപ്പൊ അതിന് ലററുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ എന്താണ് തയമ്മം ചെയ്യണം? അതിനുശേഷം പറയുന്നുണ്ട് ആദ്യം കഴുകൽ എവിടെ നിർബന്ധം തീരുമാനിച്ചിട്ടല്ലേ, കഴുകാൻ കഴിയുന്നില്ല പിന്നെ തയമ്മം ചെയ്യാന്ന് പറയുന്നത്. അതാ ഫലാ ഉജൂബ, അപ്പൊ വാജിബില്ല. എപ്പൊ വാജിബില്ലാന്ന്?
അങ്ങോട്ട് എത്തിയെങ്കിൽ മാലം യസിൽ എന്ന് പറഞ്ഞാൽ ആ യസിൽ അങ്ങനെ എത്തിയെങ്കിൽ എന്ന ആ യസിൽ ഔ യൽത്തഹിം എന്ന് പറഞ്ഞാൽ അത് രണ്ടിൻ്റെയും മേലിൽ ആ മംഫിൻ്റെ മേലിൽ തഫ്രിയായിട്ടാണ് പറഞ്ഞ ഫലാ ഉജൂബ. അങ്ങനെ എത്തിയെങ്കിൽ വാജിബില്ല. ഔ എന്താണ് യലുറഹു മാലം യലുറഹു എന്നർത്ഥം. യസിൽ എന്നതിൻ്റെ മേലെ അത്ഫ. അപ്പൊ ഇവന് ലററാകുന്നില്ലെങ്കിൽ നീക്കിയിട്ട് കഴുകണം, നീക്കണം. ലററാകുമെങ്കിലോ ഫയത്തയമ്മു, ലററാകുമെങ്കിൽ അപ്പൊ തയമ്മം ചെയ്യും വേണോ. അങ്ങനെ ഇനി ആറാമത്തത് തർത്തീബ് എന്ന്. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ